ഹലോ എവ്രി വൺ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അത് നമ്മൾ പഠിക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് അല്ലേ. ഇപ്പോൾ PSCയുടെ ചോദ്യ പേപ്പറും ഒക്കെ മാറിയല്ലേ, അവരുടെ കംപ്ലീറ്റ് ഇത് മാറിയിരിക്കുകയാണ് അല്ലേ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ് ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിലബസ് വളരെ ഡെപ്തിൽ തന്നെ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നേ PSC ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഈ ഒരു ഏരിയയിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനിയും ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. PSCയുടെ ഒരു രീതി കണ്ടുവരുന്നതെന്ന് വെച്ചാൽ മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ചെറിയൊരു വ്യത്യാസം വരുത്തിയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ നമുക്കതും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഞ്ചുറി ടു ദ ലോവർ ട്രങ്ക് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ്. അപ്പോൾ ബ്രേക്കിയൽ പ്ലെക്സസിൻ്റെ ലോവർ ട്രങ്കിന് ഇഞ്ചുറി വരുമ്പോൾ അതിനെന്താ പറയുന്നത്? ഓപ്ഷൻസ് നോക്കാം. എർബ്സ് പെരാലിസിസ്, ക്ലംകീസ് പെരാലിസിസ്, ക്ലോ ഹാൻഡ്, ഹോണർ സിൻഡ്രോം. എന്താണ് ആൻസറായിട്ട് വരുന്നത്? എന്താണ്? എല്ലാവരും വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് പോസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആൻസറായിട്ട് വരുന്നത് ക്ലംകീസ് പെരാലിസിസ് ആണ് കേട്ടോ. ബ്രേക്കിയൽ പ്ലെക്സസിൻ്റെ ലോവർ ട്രങ്കിന് ഇഞ്ചുറി വരുന്നതിന് പറയുന്നതാണ് ക്ലംകീസ് പെരാലിസിസ്. അതിന് തന്നെ ഡെജറിൻ ക്ലംകി പാൽസി എന്നും പറയുന്നുണ്ട്. കാരണം നമ്മുടെ ലോവർ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ C8 മുതൽ C8ഉം അതുപോലെ C8 T1 ഇങ്ങനെയുള്ള അവിടെയാണ് ഡാമേജ് വരുന്നതെങ്കിലാണ് കേട്ടോ. ഏതാണെന്ന് പറയാവേ, C8ഉം T1ഉം ഇതിനെയാണ് ലോവർ ബ്രേക്കിയൽ പ്ലെക്സസ് നെർവ്സ് എന്ന് പറയുന്നത്. ഏതാണ്? C8ഉം T1നെയാണ് ലോവർ ബ്രേക്കിയൽ പ്ലെക്സസ് നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെർവ്സിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പെരാലിസിസ് അവസ്ഥയിലോട്ട് പോകും. ആ പെരാലിസിസിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്ലംകീസ് പാൽസി അല്ലെങ്കിൽ ക്ലംകീസ് പെരാലിസിസ് അല്ലെങ്കിൽ ഡെജറിൻ ക്ലംകി പാൽസി എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ക്ലംകീസ് പാൽസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോർആം, റിസ്റ്റ് അല്ലെങ്കിൽ ഹാൻഡിനെല്ലാം വീക്ക്നെസ് അല്ലെങ്കിൽ പാരാലിസിസ് വരും. ഇത് കൂടുതൽ വരുന്നത് നമ്മുടെ ബർത്ത് ഇഞ്ചുറിയിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ബർത്ത് ഇഞ്ചുറി വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പാൽസി വരും. അത് കാരണം നമ്മുടെ ഫോർആം, റിസ്റ്റ്, ഹാൻഡിലൊക്കെ ഒരു വീക്ക്നെസ്സും പാരാലിസിസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് എർബ്സ് പാൽസി അല്ലേ. എർബ്സ് പാൽസി എന്ന് പറയുന്നതും ബർത്ത് ഇഞ്ചുറി കാരണം വരുന്നതാണ് കേട്ടോ. അതും ഇതുപോലെ വീക്ക്നെസ്സും പാരാലിസിസും ഒക്കെ ആമിൽ വരുന്നതാണ്. പക്ഷെ അവിടെ ഡാമേജ് വന്നത് ലോവർ ബ്രേക്കിയൽ പ്ലെക്സസിലല്ല, അപ്പർ ബ്രേക്കിയൽ പ്ലെക്സസിലാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അഥവാ അപ്പർ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി ആണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ ഏതാ വരുന്നത്? എർബ്സ് പാൽസി ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നത് എന്തായിരുന്നു? ലോവർ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി എന്നായിരുന്നു അല്ലേ. അപ്പർ ആയിരുന്നെങ്കിൽ ആൻസർ വരിക എർബ്സ് പാൽസി ആണ്. ഇത് ലോവർ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി ആയതുകൊണ്ട് ആൻസർ വരുന്നത് ഏതാണ്? യെസ്, ക്ലംകീസ് പാൽസി ആണ് അല്ലെങ്കിൽ ക്ലംകീസ് പെരാലിസിസ് ആണ്. ഓക്കെ, കാരണം ഈ അപ്പർ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നത് അവിടെയുള്ള നെർവുകൾ ഏതാണ്? നമ്മുടെ നെക്കിലുള്ള നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ഇൻ ദ നെക്കാണ്. അത് നമ്മുടെ ആമിൻ്റെ മൂവ്മെൻറ്റും സെൻസേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എർബ്സ് പാൽസി അതുപോലെ അടുത്തത് ക്ലംകീസ് പാൽസി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ അപ്പർ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി ആയിരുന്നു എങ്കിൽ നമ്മൾ ആൻസർ വരിക എർബ്സ് പാൽസി ആണ്. ലോവർ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഏതാണ്? ക്ലംകീസ് പാൽസി ആണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനിൽ വന്നത് എന്തായിരുന്നു? ക്ലോ ഹാൻഡ് ആയിരുന്നു അല്ലേ. എന്താണ് ഈ ക്ലോ ഹാൻഡ് എന്ന് പറയുന്നത്? യെസ്, അതെ, എന്താണ് നമ്മുടെ ഒരു ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഈ ഒരു നമ്മുടെ ബേർഡ്സിൻ്റെയൊക്കെ ക്ലോസ് പോലെ ഇരിക്കും. അങ്ങനെ ആ ഹാൻഡ് ആകാൻ കാരണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ ഹാൻഡിലുള്ള അൾനാർ നെർവിന് ഡാമേജ് പറ്റിയാലാണ് കേട്ടോ. നമ്മുടെ അൾനാർ റേഡിയസും അൾനയും ഉണ്ടല്ലോ, ബോൺസ്. അപ്പോൾ അവിടെയുള്ള റേഡിയൽ നെർവ്, അൾനാർ നെർവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അൾനാർ നെർവിന് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയോ? ഈ ഹാൻഡിലുള്ള ഇൻട്രിൻസിക് മസിൽസ് ഒക്കെ അങ്ങ് വീക്കായിട്ട് ഈ ഫിംഗറൊക്കെ വളഞ്ഞ് ക്ലോ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ആ ഒരു അസുഖത്തിന് ക്ലോ ഹാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഹാൻഡിന് വരുന്ന ഒരു ഡിഫോമിറ്റിയാണ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഒന്നുകൂടെ ഉണ്ടായിരുന്നു അല്ലേ, എന്തായിരുന്നു? ഹോണർ സിൻഡ്രോം
ആണല്ലോ. ഹോണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ ഒരു സൈഡ് ഫേസ് ഐയിനൊക്കെ ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പത്തറ്റിക് നെർവിന് എന്തെങ്കിലും ഡാമേജ് പറ്റി. ഇതെല്ലാം നെർവിന് ഓരോ ഡാമേജ് പറ്റുന്നതാണ് നമ്മുടെ ഓപ്ഷൻസിലെ 4 കാര്യങ്ങളും കേട്ടോ. അപ്പോൾ സിമ്പത്തറ്റിക് നെർവിൻ്റെ പാത്വേയിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈഡ് ഫേസിനെ ഐയിനെയും ഒരു സൈഡിനെ ബാധിക്കുന്ന ഒരു അസുഖമാണിത് കേട്ടോ. അപ്പോൾ അതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അതിനുണ്ടാവാൻ കാരണം സിമ്പത്തറ്റിക് നെർവ് പാത്വേയുടെ ഡാമേജ് ആണ്. അപ്പോൾ അത് കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്നറിയോ? ടോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ. നമുക്ക് GHIയുടെ ക്വസ്റ്റ്യൻസിൽ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് ഇങ്ങനെയുള്ള, ഇപ്പോൾ ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ് ഈസ് കോൾഡ്. അപ്പോൾ ഇതുപോലെയുള്ള മെഡിക്കൽ ടേംസ്, അനാറ്റമിക്കൽ ടേംസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. അതുപോലെ ഡേയ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് റിലേറ്റഡ് ടു ഹെൽത്ത്, അതുപോലെയുള്ള എല്ലാ ഡേയ്സും. ഇപ്പോൾ നിങ്ങളുടെ എക്സാം ഈ മന്ത് ആയതുകൊണ്ട് ഈ ഒരു വർഷം, ഈ ഒരു മന്ത് കഴിഞ്ഞിട്ടുള്ളത് തീമുകൾ നോക്കണ്ട, ബാക്കിയുള്ള തീംസൊക്കെ നിങ്ങൾ 2024 തീംസ് നോക്കേണ്ടി വരും. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് അതുപോലെ അതിൻ്റെ തീംസും നോക്കി വെക്കണം കേട്ടോ. 2023-24 ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് റിലേറ്റഡ് ടു ഹെൽത്ത്. ഓക്കെ, വിത്ത് അതിൻ്റെ തീംസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ അബ്രീവിയേഷൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എല്ലാ അബ്രീവിയേഷൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ന്യൂട്രീഷൻ വരുമ്പോഴും അതുപോലെ ഓരോന്നും അബ്രീവിയേഷൻസ് വരുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അബ്രീവിയേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഇതുപോലെ അനാറ്റമിക്കൽ ടേംസ്, അതായത് ഇപ്പോൾ ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഫ്രം ദ നോസ്, എപ്പിസ്റ്റാക്സിസ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബ്ലീഡിംഗ് ഫ്രം ദ നോസ് എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ്, ഇപ്പോൾ ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ് ഈസ് കോൾഡ് ടോസിസ് അല്ലേ. കൺസ്ട്രിക്റ്റഡ് പ്യൂപ്പിൾ, അതിനെന്താ പറയുക? മയോസിസ്. പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുന്നതിന് മയോസിസ് എന്ന് പറയുന്നു. പിന്നെ എന്താണ്, ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിനെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് മുഖത്തിനെയും കണ്ണിനെയൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ സ്വെറ്റിംഗ് കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ ആൻഹൈഡ്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്? ഒന്ന് ടോസിസ്, കണ്ണൊക്കെ ഇങ്ങനെ ഡ്രൂപ്പിംഗ് ആയിട്ട് ഇങ്ങനെ കൺപോളയില്ലേ, നമ്മുടെ ഐലിഡ് ഇങ്ങനെ അടഞ്ഞതുപോലെ ഇരിക്കും, ടോസിസ്. പിന്നെ എന്താണ്, പ്യൂപ്പിൾസ് എന്തായിരിക്കും? മയോസിസ്, പ്യൂപ്പിൾസ് കൺസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ എന്ത് കണ്ടീഷനാണ്? ഒന്ന് ടോസിസ്, ദ നെക്സ്റ്റ് വൺ മയോസിസ്, പിന്നെ എന്താണ്? എൻഹൈഡ്രോസിസ്. എന്താണ് എൻഹൈഡ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, റെഡ്യൂസ്ഡ് സ്വെറ്റിംഗ്. അതെ, നമ്മുടെ അഫക്റ്റഡ് സൈഡിൽ സ്വെറ്റിംഗ് കുറവായുള്ള ഒരു അവസ്ഥയാണ് എൻഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ലോവർ ട്രങ്ക് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ് ഇൻ ഇഞ്ചുറി. നമ്മൾ ആൻസർ മനസ്സിലാക്കി. ക്ലംകീസ് പാരാലിസിസ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് എ ലോങ് ബോൺ വിച്ച് ഹാസ് 2 പ്രൈമറി സെൻറ്റേഴ്സ് ഓഫ് ഓസിഫിക്കേഷൻ. എന്താണ്? ഏത് ലോങ് ബോണിനാണ് 2 പ്രൈമറി സെൻറ്റർ ഓഫ് ഓസിഫിക്കേഷൻ ഉള്ളത്? ഏതാണ്? ക്ലാവിക്കിളാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലാവിക്കിളിന് എത്ര ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്? നമ്മുടെ ക്ലാവിക്കിളിന് എത്രയുണ്ട്? 2 പ്രൈമറി സെൻറ്റർ ഓഫ് ഓസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോണിൽ സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്, അവിടെയാണ് ബോൺ ഫോർമേഷൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രൈമറി സെൻറ്ററുകളുണ്ട്, അതുപോലെ സെക്കൻഡറി സെൻറ്റേഴ്സ് ഉണ്ട്. പ്രൈമറി സെൻറ്റേഴ്സ് നമ്മുടെ ഡയാഫൈസിസ്, അതായത് ബോണിന് ഷാഫ്റ്റുമുണ്ട് എൻഡുമുണ്ട് അല്ലേ. നമ്മൾ ബോണിന് നമുക്കൊരു ബോൺ വരയ്ക്കുമ്പോഴത്തേക്ക് എന്താണ്? ബോണിന് ഒരു ഷാഫ്റ്റ് ഉണ്ടാവും, എൻഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഷാഫ്റ്റിലാണ് നമ്മുടെ എന്താണ് അതിൻ്റെ പ്രൈമറി ഇത് വരുന്നത്. പിന്നെ സെക്കൻഡറി ഫേസ് എവിടെയാണ് വരുന്നത്? യെസ്, അതിൻ്റെ എപ്പിഫൈസസ് എൻഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ ബോണിൻ്റെയും നമുക്ക് എത്ര ഓസിഫിക്കേഷൻ സെൻറ്റർ ഉണ്ടെന്ന് നോക്കിയാലോ. നമ്മുടെ ഹ്യൂമറസ് ഇല്ലേ, ഹ്യൂമറസിന് എത്ര ഓസിഫിക്കേഷൻ സെൻറ്റർ ഉണ്ടെന്നറിയോ? 8 ഓസിഫിക്കേഷൻ സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ ക്ലാവിക്കിളിൽ നമ്മൾ 2 ഓസിഫിക്കേഷൻ സെൻറ്റർ കണ്ടു അല്ലേ. അപ്പോൾ ഹ്യൂമറസിൽ 8 ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ടിബിയയിൽ എത്ര ഉണ്ടെന്ന് അറിയോ? ടിബിയയിൽ 3 ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഫീമറിൽ 3 ഓസിഫിക്കേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ക്ലാവിക്കിളിന് എത്രയാണ്? ക്ലാവിക്കിളിൽ 2. നമ്മുടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. ഹ്യൂമറസിൽ 8 ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഹ്യൂമറസിൽ 8 ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ്. അത് ഏതൊക്കെയാണെന്നൊന്നും പഠിക്കേണ്ട, പക്ഷേ നമ്പർ പഠിക്കണം കേട്ടോ. ടിബിയയിൽ അതുപോലെ 3 എണ്ണം, ഫീമറിൽ അതുപോലെ 3 എണ്ണം. നമ്മുടെ ക്ലാവിക്കിളിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നതാണ് 2 ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലാർ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ്. ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലാർ ആർട്ടറി ഏതിൻ്റെ ബ്രാഞ്ചാണ്? ഓപ്ഷൻസ് നോക്കാം. റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, അയോട്ടിക് ആർച്ച്, ടെർമിനൽ ആർട്ടറി.
ആൻസർ വരുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആണ് കേട്ടോ. നമുക്കറിയാം അതെ നമ്മുടെ ഹാർട്ടിൽ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് ആണ് അല്ലേ നമ്മുടെ കൊറോണറി ആർട്ടറി. ഈ കൊറോണറി ആർട്ടറി ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും ഉണ്ട്, അതുപോലെ റൈറ്റ് കൊറോണറി ആർട്ടറിയും ഉണ്ട്. ഈ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി പിന്നെയും ബ്രാഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ്ങും അതുപോലെ ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറീസുമാണ്. ഇനി റൈറ്റ് കൊറോണറി ആർട്ടറി എങ്ങനെയാണ്? റൈറ്റ് മാർജിനൽ ആർട്ടറിയും അതുപോലെ പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയുമാണ്. അപ്പോൾ കൊറോണറി ആർട്ടറീസ് ആണ് നമ്മുടെ ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത്. റൈറ്റും ലെഫ്റ്റും ഉണ്ട്. ഈ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആൻഡ് ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറീസ്. റൈറ്റ് കൊറോണറി ആർട്ടറി ബ്രാഞ്ചസ് വരുന്നതാണ് റൈറ്റ് മാർജിനൽ ആർട്ടറി ആൻഡ് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലാർ, യെസ്, ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലാർ ആർട്ടറി. അത് എന്തിൻ്റെ ബ്രാഞ്ചായിട്ട് വരുന്നത്? യെസ്, അത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചായിട്ടാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ കോമണസ്റ്റ് സോഴ്സ് ഓഫ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്. ഓപ്ഷൻസ്: മിഡിൽ സെറിബ്രൽ ആർട്ടറി, ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി, മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി, മാക്സിലറി ആർട്ടറി. എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിൻ്റെ കോമൺ സോഴ്സ് എവിടെയാണ് ഈ ഹെമറേജ് കൂടുതൽ ഉണ്ടാവുന്നത്? എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് ആണ് കേട്ടോ. അത് കൂടുതൽ ഉണ്ടാവുന്നത് എവിടെയാണെന്നറിയോ? മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറിയിലാണ്. എവിടെയാണ്? യെസ്, ഇറ്റ് ഈസ് മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി. അപ്പോൾ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിൻ്റെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിൻ്റെ കോമണസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി ആണ്. അപ്പോൾ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിനെ തന്നെ നമ്മൾ വേറൊരു പേര് പറയുക കേട്ടോ. എന്താ അറിയോ? എപ്പിഡ്യൂറൽ ഹെമറ്റോമ. അതെന്താണെന്നറിയോ? യെസ്, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കള്ളും ഡ്യൂറാമീറ്ററും ഇല്ല, ഇതിനിടയിൽ ബ്ലഡ് കളക്ട് ചെയ്ത് നിൽക്കുന്നതിനെയാണ് ഈ ഹെമറ്റോമ എന്ന് പറയുന്നത്. ബ്ലഡ് ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കും. അതിന് കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടറി പൊട്ടിയിട്ട് വല്ലതായിരിക്കും ബ്ലഡ് അവിടെ വന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹെമറേജ് പുറത്തല്ലേ, ഈ ഒരു എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് കൂടുതൽ ഉണ്ടാവാൻ കാരണം ഏത് ആർട്ടറി ആയിരിക്കും എന്നറിയോ? ഇങ്ങനെ റപ്ചർ വല്ലതും ആയത് മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഹെഡ് ട്രോമ, തല മുറിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമ വരുമ്പോൾ ഈ ഒരു മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറിക്ക് വല്ല റപ്ചറും സംഭവിച്ചിട്ട് ബ്ലഡ് ഇങ്ങനെ സ്കള്ളിൻ്റെയും ഡ്യൂറാമീറ്ററിൻ്റെയും ഇടയിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് നിൽക്കുന്നതിനെയാണ് എപ്പിഡ്യൂറൽ ഹെമറ്റോമ അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർഷൻ ഓഫ് പോളിപെപ്റ്റൈഡ്സ് ടു വേരിയസ് അമിനോ ആസിഡ്സ് ഈസ് ബൈ ദ ആക്ഷൻ ഓഫ്. എങ്ങനെയാണ് നമ്മുടെ പോളിപെപ്റ്റൈഡുകളെ എന്തായി മാറുന്നു? അമിനോ ആസിഡായി മാറുന്നു. അതിന് കാരണം എന്താണ്? അതിന് ഏത് എൻസൈം കാരണമാണ്? നമുക്കറിയാം ട്രിപ്സിൻ, എൻട്രോകൈനേസ്, ഇൻവേർട്ടേസ്, ഇറപ്സിൻ, ഇതെല്ലാം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജഷൻ ഓഫ് ഫുഡൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻസൈമുകളെ പറ്റി പഠിച്ചിരുന്നു അല്ലേ? ഈ കാർബോഹൈഡ്രേറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈമുകളുണ്ട്, പ്രോട്ടീൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈമുകളുണ്ട്, അതുപോലെ തന്നെ ഫാറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ലിപ്പീസസ് പോലെയുള്ള എൻസൈമുകളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ പോളിപെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളായിട്ട് മാറ്റുന്ന എൻസൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരിക? യെസ്, ഇറ്റ് ഈസ് ഇറപ്സിൻ. അടുത്തത്, മെംബ്രെയിൻ കവറിങ് ദ അപ്പെക്സ് ഓഫ് ദ ലങ്സ് ഈസ് നോൺ ആസ്. നമ്മുടെ ലങ്സിൻ്റെ ഈ അപ്പെക്സിൻ്റെ ഭാഗത്ത് കവർ ചെയ്യുന്ന മെംബ്രെയിനെ എന്താ പേരിലാണ് പറയുന്നത്? ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് സിബ്സൺസ് ഫേഷ്യ എന്നാണ് പറയുന്നത്. എന്താണ്? സിബ്സൺസ് ഫേഷ്യ എന്നാണ് പറയുന്നത്. മെംബ്രെയിൻ കവറിങ് ദ അപ്പെക്സ് ഓഫ് ദ ലങ്സ്. ലങ്സിൻ്റെ അപ്പെക്സിനെ കവർ ചെയ്യുന്ന മെംബ്രെയിനെ നമ്മൾ സിബ്സൺസ് ഫേഷ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. The next question, the cerebral ventricle which lies between the thalamus. നമുക്കറിയാം അല്ലേ, സെറിബ്രൽ രണ്ട് ലാറ്ററൽ വെൻട്രിക്കിൾ ഉണ്ട്, പിന്നെ തേർഡ് വെൻട്രിക്കിൾ, ഫോർത്ത് വെൻട്രിക്കിൾ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ തലാമസിൻ്റെ ഇടയിൽ വരുന്ന വെൻട്രിക്കിളിനെ നമ്മൾ എന്ത് പേരിലാണ് പറയുന്നത്? ലാറ്ററൽ വെൻട്രിക്കിൾ ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ, ഓപ്ഷൻ നൺ ആണോ? ഏതാണ് ആൻസർ ആയിട്ട് വരിക? അതെ, രണ്ട് ലാറ്ററൽ വെൻട്രിക്കിൾ വരും, പിന്നെ തേർഡ് ആണല്ലേ. അപ്പോൾ ഈ തലാമസിൻ്റെ ഇടയിൽ വരുന്ന വെൻട്രിക്കിൾ ഏതാണ്? തേർഡ് വെൻട്രിക്കിൾ ആണ്. അടുത്തത്, സുപ്പീരിയർ ഒബ്ലിക് മസിൽ മൂവ്സ് ദ ഐബോൾ. നമ്മുടെ ഐബോളിൻ്റെ ഏതൊക്കെയുണ്ട്? മീഡിയൽ റെക്ടസ് ഉണ്ട് അല്ലേ. നമുക്കറിയാം ടുവേർഡ്സ് എ സെൻറ്റർ ആണ് ഈ മീഡിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള മസിലിന് എന്ത് പറയും? മീഡിയൽ റെക്ടസ് മസിൽ. ഇവിടെ ലാറ്ററൽ റെക്ടസ് മസിൽ. ഇതെന്താണ്? സുപ്പീരിയർ ഒബ്ലിക് മസിൽ, ഇൻഫീരിയർ ഒബ്ലിക് മസിൽ അല്ലേ. അപ്പോൾ സുപ്പീരിയർ ഒബ്ലിക് മസിൽ ഉണ്ട്, ഇൻഫീരിയർ ഒബ്ലിക് ഉണ്ട്, മീഡിയൽ റെക്ടസ് ഉണ്ട്, ലാറ്ററൽ റെക്ടസ് ഉണ്ട്. ഓക്കെ,
യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള മസിൽ നമ്മൾ ഐൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സെൻസ് ഓർഗൻസ് പഠിച്ചിരുന്നു ഐയുടെ മസിൽസിനെ പറ്റിയല്ല. അപ്പോൾ ഈ സുപ്പീരിയർ എന്ന് വെച്ചാൽ ആ സുപ്പീരിയർ പോർഷനിലുള്ള ആ ഒരു ഒബ്ലിക്ലി പ്ലേസ് ചെയ്യുന്ന ആ മസിൽ, ഇത് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഐബോളിനെ എങ്ങോട്ട് മൂവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. അപ്വേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, അപ്വേർഡ്സ് ആൻഡ് ഇൻവേർഡ്സ്, ഡൗൺവേർഡ്സ് ആൻഡ് ഇൻവേർഡ്സ്. ഏതാ വരിക? യെസ്, ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. സുപ്പീരിയർ ഒബ്ലിക് മസിൽ ഐബോളിനെ എങ്ങോട്ട് മൂവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, ഡൗൺവേർഡും അതുപോലെ ഔട്ട്വേർഡ്സും. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. അടുത്തത് ലാരിങ്സിനെ പറ്റിയാണ്. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചിരുന്നു. പെയർഡ് കാർട്ടിലേജസ് ഓഫ് ലാരിങ്സ് ആർ ഓൾ എക്സെപ്റ്റ് അരറ്റിനോയിഡ്, കോണിക്കുലേറ്റ്, ക്യൂണിഫോം, ക്രിക്കോയിഡ്. എന്താണ്? നമ്മുടെ ലാരിങ്സിൽ കാർട്ടിലേജസ് ഉണ്ടെന്നറിയാം അല്ലേ? ഈ കാർട്ടിലേജസിൽ ചിലത് പെയർഡ് ആണ്, ചിലത് അൺപെയർഡ് ആണ്. അപ്പോൾ ലാരിങ്സിൽ ഫസ്റ്റ് മേളിലൊരു എപ്പിഗ്ലോട്ടിസ് വരും. പിന്നെ ഏതാണ്? പിന്നെ തൈറോയിഡ് കാർട്ടിലേജ്. അതാണ് നമ്മുടെ മെയിൽസിനെല്ലാം ആഡംസ് ആപ്പിളായിട്ട് മാറുന്ന ദ ലാർജസ്റ്റ് കാർട്ടിലേജ് അതാണ് കേട്ടോ, തൈറോയിഡ് കാർട്ടിലേജ്. ഇനി ഏതാ ഉള്ളതെന്നറിയോ? തൈറോയിഡ് കാർട്ടിലേജ് ഉണ്ട്. ദ നെക്സ്റ്റ് വൺ ക്രിക്കോയിഡ്. ക്രിക്കോയിഡ് എന്താണ്? ഒരു റിംഗ് ഷേപ്പാണ്, കംപ്ലീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ക്രിക്കോയിഡ് കാർട്ടിലേജ് കംപ്ലീറ്റ്ലി ഇങ്ങനെ എൻസർക്കിൾ ചെയ്യുന്നതാണ്. ഇനിയുള്ളത്, അപ്പോൾ ഇത് മൂന്നും എന്താണെന്നറിയോ? അൺപെയർഡ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ. അൺപെയർഡ് ലാറിങ്സിൻ്റെ കാർട്ടിലേജസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അതിൽ എപ്പിഗ്ലോട്ടിസ് വരും, തൈറോയിഡ് കാർട്ടിലേജ് വരും, ക്രിക്കോയിഡ് കാർട്ടിലേജ് വരും. അപ്പോൾ പെയർഡ് കാർട്ടിലേജസ് ഏതൊക്കെയാണെന്നറിയോ? പെയർഡ് കാർട്ടിലേജസ്, പെയർഡ് എന്ന് പറയുന്നതാണ്, ഒന്ന് അരറ്റിനോയിഡ് വരും, പിന്നെ കോണിക്കുലേറ്റ് വരും, പിന്നെ ക്യൂണിഫോം വരും. അപ്പോൾ അൺപെയർഡ് കാർട്ടിലേജസിലാണ് എപ്പിഗ്ലോട്ടിസ്, തൈറോയിഡ് കാർട്ടിലേജ് ആൻഡ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. പെയർഡിൽ വരുന്നതാണ് അരറ്റിനോയിഡ്, കോണിക്കുലേറ്റ് ആൻഡ് ക്യൂണിഫോം കാർട്ടിലേജ്. ഓക്കെ, അപ്പോൾ പെയർഡ് കാർട്ടിലേജസ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും വരിക? ദ പെയർഡ് കാർട്ടിലേജസ് ഓഫ് ലാരിങ്സ് ആർ ഓൾ എക്സെപ്റ്റ്. അപ്പോൾ ഏത് മാത്രമാണ് പെയർഡ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ആൻസർ യെസ്, ഇറ്റ് ഇസ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. ക്രിക്കോയിഡ് കാർട്ടിലേജ് ഇസ് ആൻ അൺപെയർഡ് കാർട്ടിലേജ്. ദി അതർ അൺപെയർഡ് കാർട്ടിലേജസ് ആർ തൈറോയിഡ് കാർട്ടിലേജും എപ്പിഗ്ലോട്ടിസ് ആണ്. ഇനി ദ പൾസ് പ്രോട്ടീൻ ഇസ് ഡെഫിഷ്യൻറ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് essential amino acids? Options: lysine, methionine, threonine, tryptophan. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ സപ്ലിമെൻ്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ? ന്യൂട്രീഷൻ നമ്മളൊരു മോർ ദാൻ 6 ക്ലാസ്സസിലൂടെയാണ് നമ്മൾ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിരുന്നു, ഇപ്പോൾ സീരിയൽസ് മാത്രം കഴിച്ചാൽ മതിയോ? നമുക്ക് ആവശ്യമുള്ള അമിനോ ആസിഡ്സും നമ്മുടെ ആവശ്യമുള്ള എല്ലാം കിട്ടുമോ? ഇല്ല അല്ലേ? കാരണം സീരിയൽസിൽ ഇല്ലാത്ത കുറേ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സീരിയൽസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ, യെസ്, ലൈസിൻ ഇല്ല, അതുപോലെ ത്രിയോണിൻ ഇല്ല. നോട്ട് ചെയ്ത് വെക്കണേ, ലൈസിൻ ഇല്ല, ത്രിയോണിൻ ഇല്ല, ട്രിപ്റ്റോഫാൻ ഇല്ല, ആണല്ലോ. യെസ്. ഇനി പൾസസിൻ്റെ കാര്യം എടുക്കാം. പൾസസിൽ ഏതൊക്കെയാണ് ഇല്ലാത്തതെന്നറിയോ? പൾസസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ, പൾസസിൽ എന്തൊക്കെയാണ് ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇല്ലാത്ത? യെസ്, മെത്തിയോണിൻ ഇല്ല, പിന്നെ ഏതില്ല? സിസ്റ്റൈൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ സീരിയൽസിനും പൾസസിനും ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീരിയൽസിൽ ഇല്ലാത്തത് പൾസസ് മേക്കപ്പ് ചെയ്യും. പൾസസിൽ ഇപ്പോൾ മെത്തിയോണിനും സിസ്റ്റിനും ഇല്ല, പക്ഷേ ഇത് സീരിയൽസിലുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുന്ന അതിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളപ്പോൾ മിക്സഡ് ഡയറ്റ് കഴിക്കുമ്പോൾ ഒരു കമ്പോണൻറ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ മറ്റേ കമ്പോണൻറ്റ് മേക്കപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിക്ക് ലഭിക്കും. അതിനാണ് നമ്മൾ സപ്ലിമെൻ്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ വരിക? പൾസ് പ്രോട്ടീൻസ് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ്സ്? ഏതായിരിക്കും? യെസ്, ആൻസർ ഈസ് മെത്തിയോണിൻ. അടുത്തത് നമ്മുടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫസ്റ്റ് ക്ലിനിക്കൽ സൈൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി: നൈറ്റ് ബ്ലൈൻഡ്നസ്, കോണിയൽ സിറോസിസ്, കൺജങ്ക്റ്റിവൽ സിറോസിസ്, കെററ്റോമലേഷ്യ. ഏതാണ് ആദ്യത്തെ ക്ലിനിക്കൽ സൈൻ എന്ന് പറയുന്നത്? യെസ്, ആദ്യത്തെ ക്ലിനിക്കൽ സൈൻ എന്ന് പറയുന്നത് കൺജങ്ക്റ്റിവൽ സിറോസിസ് ആണ് കേട്ടോ. എന്താണ് ആൻസർ വരുന്നത്? ഫസ്റ്റ് ക്ലിനിക്കൽ സൈൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്താണ്? യെസ്, ഇറ്റ് ഈസ് കൺജങ്ക്റ്റിവൽ സിറോസിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ബെസ്റ്റ് ടെസ്റ്റ് ടു ഡിറ്റക്ട് അയൺ ഡെഫിഷ്യൻസി ഇൻ ദ കമ്മ്യൂണിറ്റി? ഏത് ഇതിലാണ് നമ്മൾ അയൺ ഡെഫിഷ്യൻസി ഇപ്പോൾ വളരെയധികം കാണുന്നുണ്ടല്ലേ? ഇപ്പോൾ എസ്പെഷ്യലി യങ്ങർ ജനറേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ കഴിഞ്ഞ ഗേൾസിലൊക്കെ, യങ് ഗേൾസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെസ്റ്റ് ഹിമോഗ്ലോബിൻ നോക്കിയാൽ മനസ്സിലാവുമോ? സീറം ട്രാൻസ്ഫെറിൻ, സീറം അയൺ, സീറം ഫെറിറ്റിൻ. ഏത് നോക്കുമ്പോഴാണ്? യെസ്, ഇറ്റ് ഇസ് സീറം ഫെറിറ്റിൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫെറിറ്റിൻ, സീറം ഫെറിറ്റിൻ നോക്കുമ്പോഴാണ് നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത്, ഇൻജെക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ റിസൾട്ട് ഇൻ എർഗോട്ടിസം?
എർഗോട്ടിസം, നമ്മൾ ഫുഡ് ബോൺ ഡിസീസസ് ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു എന്താണ് ഈ എർഗോട്ടിസം എന്ന് പറയുന്ന അസുഖം അല്ലേ. അപ്പോൾ ഈ എർഗോട്ടിസം എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാകാൻ കാരണം എന്ത് കഴിക്കുമ്പോഴാണ്? ബജ്റ, മെയ്സ്, കേസരി ദാൽ, മസ്റ്റാർഡ്. കേസരി ദാൽ കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കേസരി ദാലിനെ നമ്മൾ എന്താ പേരിലാണ് വിളിക്കുക? ലാത്തൈറസ് സെറ്റൈവസ് അല്ലേ. അപ്പോൾ അത് കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖത്തിന് എന്താ പറയുന്നത്? യെസ്, ലാത്തൈറിസം എന്നാണ് പറയുന്നത്. അത് തന്നെ 2 തരത്തിലുണ്ട്, നമ്മൾ പഠിച്ചിരുന്നു. ന്യൂറോ ഉണ്ട്, ഓസ്റ്റിയോ ഉണ്ട് കേട്ടോ. ന്യൂറോ എന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നു, ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോണിനെയൊക്കെ ബാധിക്കുന്നു. അപ്പോൾ ഇവിടെ എർഗോട്ടിസം ഉണ്ടാകുന്നത് എന്ത് കഴിച്ചാലായിരിക്കും? ബജ്റ. അടുത്ത ക്വസ്റ്റ്യൻ, പോഡിയാട്രിക്സ്. ഇതുപോലത്തെ അനാറ്റമിക്കൽ ടേംസ് ആണ് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കെയർ ആണ്? ഇസ് ഇറ്റ് കെയർ ഓഫ് ഐസ്, കെയർ ഓഫ് സ്കിൻ, കെയർ ഓഫ് ഫീറ്റ്, കെയർ ഓഫ് ടീത്ത്? ടീത്ത് എന്ന് പറഞ്ഞാൽ ഡെൻറ്റ് എന്ന് പറഞ്ഞ ടേം വരും അല്ലേ. സ്കിന്നിൽ ഇപ്പോൾ ഡെൻറ്റലുമായിട്ട് വരുന്നതൊക്കെ നമ്മുടെ ടീത്തിൽ വരും. ഡെർമ വരുന്നതാണ് നമ്മുടെ സ്കിന്നിൽ വരുന്നത് അല്ലേ. ഐസ് നമ്മുടെ ഒഫ്താൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫീറ്റിനെ പറയുന്നത് എന്താണ്? പോഡിയാട്രിക്സ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? പോഡിയാട്രിക്സ് ഡീൽസ് വിത്ത് ദ കെയർ ഓഫ് ഫീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അനദർ നെയിം ഓഫ് പീരിയോഡോണ്ടൽ ഡിസീസ് എന്താണ്? ഓപ്ഷൻസ്: ഹെലിറ്റോസിസ്, ഡെന്റൽ കാരീസ്, പയോറിയ, ഡെന്റൽ ഫ്ലൂറോസിസ്. എന്തിനെയാണ് പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് പയോറിയ. പയോറിയയാണ് ഈ പെരിയോഡോണ്ടൽ ഡിസീസസിൽ വരുന്ന, അതിനെയാണ് നമ്മൾ പയോറിയ എന്ന് പറയുന്നത്. ഡെന്റൽ കേരീസ് നമുക്കറിയാം അല്ലേ, പല്ല് കേടാകുന്നത്. ഹെലിറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാഡ് ബ്രത്തിനെയാണ് കേട്ടോ, മൗത്തിൽ നിന്നുള്ള ബാഡ് ബ്രത്തിനെയാണ് നമ്മൾ അതും ചോദിക്കാം, ക്വസ്റ്റ്യൻ വരാം, ഹെലിറ്റോസിസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ വേറെയും ഒരു ക്വസ്റ്റ്യനിൽ ഹെലിറ്റോസിസ് വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പം കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സസീവ് സ്കെയിലിംഗ് ഓഫ് ദ സ്കാൽപ്പ് സ്കിൻ. സ്കാൽപ്പ് സ്കിന്നിൽ എക്സസീവായിട്ട് സ്കെയിലിംഗ് ഉണ്ടാകുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഓപ്ഷൻസ്: എ കോൺസ്, ഓപ്ഷൻ ബി ഡാൻഡ്രഫ്, ഓപ്ഷൻ സി ഹൈപ്പർ ഹൈഡ്രോസിസ്, ഓപ്ഷൻ ഡി കാരീസ്. എന്താണ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്തായിരിക്കാം? ഇറ്റ് ഈസ് ഡാൻഡ്രഫ് ആണ് അല്ലേ. സ്കാൽപ്പ് സ്കിന്നൊക്കെ ഇങ്ങനെ സ്കെയിലിംഗ് ആയിട്ട്, സ്കെയിൽസ് പോലെ ഒരു വൈറ്റിഷ് സ്കെയിൽ പൗഡേർഡ് ഫോമിൽ വരുന്നതിനെ ഡാൻഡ്രഫ് എന്ന് പറയും അല്ലേ. നമ്മുടെ കോൺസ് എന്താണെന്ന് നമുക്കറിയാം, ഹൈപ്പർ ഹൈഡ്രോസിസ്, അത്രയും അമിതമായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവുന്നതിനെയാണ് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ബ്രോം ഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ലിനെയാണ്. നമ്മുടെ ഹെലിറ്റോസിസ് എന്ന് പറഞ്ഞാൽ ബാഡ് ബ്രത്ത് ഫ്രം ദ മൗത്ത്. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഇതുപോലുള്ള എല്ലാ അനാറ്റമിക്കൽ ടേംസും ഏതെങ്കിലും സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ്. കാരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെന്റൽ കാരീസ്, പല്ല് കേടാകുന്നതിനെയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നല്ലോ, എക്സസീവ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സസീവ് സ്വെറ്റിംഗ് വിത്ത് ഒഫെൻസീവ് സ്മെൽ ഈസ് കോൾഡ്. എന്താണ്? ഒഫെൻസീവ് സ്മെല്ലുള്ള സ്വെറ്റിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം: ഹൈപ്പർ ഹൈഡ്രോസിസ്, ഹെലിറ്റോസിസ്, ബ്രോമിഡ്രോസിസ്, കോൺസ്. എന്താണ് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? യെസ്, ആൻസർ ബ്രോമിഡ്രോസിസ് ആണ്. ഹൈപ്പർ എന്ന് വെച്ചാൽ അത്രയും കൂടുതലായിട്ട് സ്വെറ്റ് ഉണ്ടാകുന്ന അവസ്ഥ. ബ്രോമിഡ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വെറ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ആ ഒരു സ്വെറ്റിന് വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു സ്മെല്ലും കൂടെ ഉണ്ടാവും. ഹെലിറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ബ്രെത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ റഫ് ഡ്രൈ സ്കിൻ ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലെക്സ്, വൈറ്റമിൻ എ, വൈറ്റമിൻ കെ. എന്തുകൊണ്ടാണ് അത്രയും ഒരു റഫായിട്ടുള്ള ഡ്രൈ സ്കിൻ ഉണ്ടാകാനുള്ള കാരണം? എന്തിൻ്റെ ഡെഫിഷ്യൻസി ആകാം? യെസ്, ഇറ്റ് ക്യാൻ ബി എ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. മോസ്റ്റ് കോമൺലി റിപ്പോർട്ടഡ് ഡിസീസ് ഇൻ ദ പോസ്റ്റ് ഡിസാസ്റ്റർ പീരീഡ്. പോസ്റ്റ് ഡിസാസ്റ്റർ പീരീഡിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഡിസീസ് ഏതെന്ന് ചോദിച്ചാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണോ, ടെറ്റനസ് ആണോ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണോ, മലേറിയ ആണോ? ഏതാണ്? അതെ, ആൻസർ വരുന്നത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഡ്യൂറിങ് എ ഡിസാസ്റ്റർ റാപ്പിഡ്ലി ക്ലാസിഫൈങ് ദ ഇൻജുവേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ലൈക്ലിഹുഡ് ഓഫ് ദെയർ സർവൈവൽ വിത്ത് പ്രോംപ്റ്റ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ. അതെന്തിൻ്റെ പാർട്ട്? നമ്മളൊരു ഡിസാസ്റ്റർ വന്നു, അപ്പോൾ അവിടെ നമ്മുടെ ഒരു സർവൈവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്യാവശ്യമുള്ള മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അത് എന്തിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ട്രയേജ്. ഓക്കെ, ഒരു ട്രയേജ്, ഇൻ എ ട്രയേജ് ബ്ലാക്ക് കളർ ഈസ് ഫോർ ഹൈലി പ്രയോറിറ്റി ട്രീറ്റ്മെൻറ്റ്, മീഡിയം പ്രയോറിറ്റി ട്രീറ്റ്മെൻറ്റ്, മോറിബണ്ട് പേഷ്യൻറ്റ്, ആംബുലേറ്ററി പേഷ്യൻറ്റ്. അവിടെ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യെസ്, അത്രയും ഒരു മരണാസന്നമായ ഒരു പേഷ്യൻ്റ്, അത്രയും ആവശ്യമായി മരണം കാത്തു കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെയാണ് നമ്മൾ മോറിബണ്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അവർക്കാണ് നമ്മൾ ബ്ലാക്ക് കളർ ട്രയേജിൽ നൽകുന്നത് അല്ലേ.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാക്സിൻസ് ഈസ് റെക്കമെൻഡഡ് ബൈ WHO ഇൻ റുട്ടീൻ യൂസ് ഇൻ എൻഡമിക് ഏരിയാസ്? എൻഡമിക് ഏരിയാസിൽ WHO റുട്ടീനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് വാക്സിനാണ്? ടൈഫോയിഡ്, കോളറ, ബോത്ത് ഓഫ് ദീസ്, നൺ ഓഫ് ദീസ്? ഏതാണ്? ഇതൊന്നുമല്ല അല്ലേ, ടൈഫോയിഡും കോളറയും ഒന്നുമല്ല. WHO റുട്ടീനായിട്ട് എൻഡമിക് ഏരിയാസിൽ, ആ എൻഡമിക് ഏരിയാസിൽ ഏതൊക്കെയാണോ അസുഖങ്ങൾ കോമൺ ആയിട്ടുള്ളത് ആ ഒരു അതിൻ്റെയൊക്കെ വാക്സിനുകളായിരിക്കും. ടൈഫോയിഡും കോളറയൊന്നും അല്ല, കൂടുതലായിട്ടും ഇങ്ങനെയുള്ള എൻഡമിക് ഏരിയാസിൽ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളല്ല അല്ലേ. ഇതെല്ലാം കൂടുതലും എൻട്രിക് ആയിട്ട് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയൽ ഡിസീസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പിഡമിക്സ് ആഫ്റ്റർ ഡിസാസ്റ്റർ ആർ കോസ്ഡ് ബൈ ഓൾ എക്സെപ്റ്റ് ലെപ്റ്റോസ്പൈറോസിസ്, റിക്കറ്റ്സിയോസിസ്, ലീഷ്മാനിയാസിസ്, അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഓക്കെ, ഒരു ഡിസാസ്റ്ററിന് ശേഷം എപ്പിഡമിക്കുകൾ വരുന്നു. അപ്പോൾ അത് ഏത് ഓർഗാനിസം, എന്ത് കാരണമായിരിക്കും ഉണ്ടാകുന്നത്? ഇതെല്ലാം ഏതെങ്കിലും കുറേ കാരണമായിരിക്കും, പക്ഷേ ഏതാണ് അതിലൊരു എക്സെപ്ഷൻ നമുക്ക് പറയാൻ പറ്റുന്ന? ലീഷ്മാനിയാസിസ് അല്ലേ. ലെപ്റ്റോസ്പൈറോസിസ് ഒക്കെ വരാം, നമ്മുടെ എലിപ്പനി അല്ലെങ്കിൽ റിക്കറ്റ്സിയോസിസ്, അതുപോലെ ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അവിടെ നമ്മുടെ ഈ ഒരു ലീഷ്മാനിയാസിസ് ഒരു എക്സെപ്ഷൻ തന്നെയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോസ്റ്റ് ലോജിക്കൽ സീക്വൻസ്? ഓപ്ഷൻ എ, ഇമ്പയർമെൻറ്റ്, ഡിസീസ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്പ്. ഡിസീസ്, ഇമ്പയർമെൻറ്റ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്പ്. ഡിസീസ്, ഇമ്പയർമെൻറ്റ്, ഹാൻഡിക്യാപ്പ്, ഡിസബിലിറ്റി. ഡിസീസ്, ഹാൻഡിക്യാപ്പ്, ഇമ്പയർമെൻറ്റ്, ഡിസബിലിറ്റി. ഇതിൽ ഏതായിരിക്കാം ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ? നമ്മളിത് മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അതാ ഓപ്ഷൻ ഇതായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ. എന്താണെന്നറിയോ, ആദ്യം അസുഖം ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ അസുഖം കാരണം ഒരു ഇമ്പയർമെൻറ്റ് ഉണ്ടാവുന്നു അല്ലേ. ഇമ്പയർമെൻറ്റ് കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഡിസബിലിറ്റി ഉണ്ടാകുന്നു. അതിലൂടെയാണ് നമ്മൾ ഹാൻഡിക്യാപ്പ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഇതേ ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് അടുപ്പിച്ച് 3 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. എ പേഴ്സൺ ഹു ഹാസ് ലോസ്റ്റ് ഹിസ് ഫുട്ട് ഇൻ ആൻ ആക്സിഡൻറ്റ് ആൻഡ് ഈസ് അണേബിൾ ടു വാക്ക് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസീസ്, ഇമ്പയർമെൻറ്റ്, ഹാൻഡിക്യാപ്പ്, ഡിസബിലിറ്റി. അപ്പോൾ ഒരാൾക്ക് ആക്സിഡൻറ്റിൽ ഒരു കാല് നഷ്ടപ്പെട്ടു, അങ്ങനെ നടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് ഡിസീസിൽ വരുന്നതാണോ, ഇമ്പയർമെൻറ്റിൽ വരുന്നതാണോ, ഹാൻഡിക്യാപ്പിൽ വരുന്നതാണോ, അതോ ഡിസബിലിറ്റിയിൽ വരുന്നതാണോ? യെസ്, ഇറ്റ് ഈസ് ഡിസബിലിറ്റിയിൽ വരുന്നതാണ്. കാരണം ആൾക്ക് കാല് നഷ്ടപ്പെട്ടു ആക്സിഡൻറ്റിൽ, അത് കാരണം ആൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഹീസ് അണേബിൾ ടു വാക്ക് അല്ലേ. അപ്പോൾ അതൊരു ഡിസബിലിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസബിലിറ്റി ലിമിറ്റേഷൻ നമ്മൾ മോഡ് ഓഫ് ഇൻ്റർവെൻഷനിൽ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഡിസബിലിറ്റീനെ ലിമിറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? അത് പ്രൈമോഡിയൽ ആണോ, അതോ പ്രൈമറി ആണോ, അതോ സെക്കൻഡറി ആണോ, അതോ ടേർഷ്യറി ആണോ? ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? യെസ്, ഇറ്റ് ഈസ് ടേർഷ്യറി പ്രിവെൻഷനിലാണ് വരുന്നത് കേട്ടോ. പ്രൈമോഡിയൽ ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. ഈ ടേർഷ്യറി പ്രിവെൻഷൻ്റെ കീഴിലാണ് നമ്മുടെ എന്ത് വരുന്നത്? യെസ്, ഡിസബിലിറ്റി ലിമിറ്റേഷൻ വരുന്നത്. അടുത്തത്, ഇൻ ആൻ ഏരിയ വിത്ത് ഫ്ലൂറൈഡ് റിച്ച് വാട്ടർ ദ ഡീഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടർ ഈസ് വിച്ച് ലെവൽ ഓഫ് പ്രിവെൻഷൻ? ഓക്കെ, ഒരു നല്ല ഫ്ലൂറൈഡ് ഉള്ള ഒരു വാട്ടറിൽ നിറയെ ഫ്ലൂറൈഡ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അത്രയും ഫ്ലൂറൈഡ് നമുക്ക് ഫ്ലൂറോസിസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വാട്ടറിലെ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കുറയ്ക്കും. അതിനെ നമ്മൾ ഡീഫ്ലൂറിഡേഷൻ മാറ്റുന്നതിന്, ഫ്ലൂറൈഡ് കണ്ടൻറ്റ് മാറ്റുന്നതിന് ഡീഫ്ലൂറിഡേഷൻ എന്ന് പറയുന്നു. അത് എന്ത് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ്? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേർഷ്യറി ആണോ, പ്രൈമോഡിയൽ ആണോ? യെസ്, ഇറ്റ് ഈസ് പ്രൈമറി പ്രിവെൻഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫ്ലൂറൈഡ് റിച്ച് വാട്ടറിൽ നിന്ന് ഫ്ലൂറൈഡിനെ നീക്കം ചെയ്യുന്നതിന് എന്താ പറയുന്നത്? പ്രൈമറി ലെവൽ എന്നാണ് പറയുന്നത്. പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മോഡ് ഓഫ് ഇൻ്റർവെൻഷൻ ഈസ് ലൈക്ക് സ്റ്റാമ്പിംഗ് ഔട്ട് ദ സ്പാർക്ക് റാദർ ദാൻ കോളിംഗ് ദ ഫയർ ബ്രിഗേഡ് ടു പുട്ട് ഔട്ട് ദ ഫയർ? ഈ ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ എന്തായിരിക്കും? സ്റ്റാമ്പിങ് ഔട്ട് നമ്മളൊരു തീ കത്താൻ പോകുമ്പോൾ ആ ഒരു സ്പാർക്കിനെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കളയുന്നതാണോ, അല്ല ഫയർ ഉണ്ടായി കഴിഞ്ഞിട്ട് ഫയർ ബ്രിഗേഡിനെ വിളിക്കുന്നതാണോ നല്ലത്? അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം, ആ ഒരു രീതിയിൽ ഒരു നമ്മുടെ ഇൻ്റർവെൻഷൻ ഏത് രീതിയിൽ വരുന്നു? അതൊരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണോ? നമ്മൾ മോഡ് ഓഫ് ഇൻ്റർവെൻഷൻ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു അല്ലേ. എന്താണ് അതിൻ്റെ ഓരോ ഏതൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ? സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അവിടെ വന്നിട്ടുണ്ട്, ഡിസബിലിറ്റി ലിമിറ്റേഷൻ ഉണ്ട്, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഹെൽത്ത് പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഏതിൻ്റെ കീഴിലാണ്? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്.
അതെ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് അല്ലേ. നമ്മൾ നേരത്തെ തന്നെ അസുഖം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് തന്നെയാണ് ആ അസുഖം പ്രോഗ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അത്രയും സിവിയർ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിലോട്ട് പോകുന്നതിനേക്കാൾ നല്ലത്. അതിനെയാണ് നമ്മൾ ഈ ഒരു കോട്ടിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? യെസ്, ഇത് നമ്മുടെ പ്രിവെൻറ്റീവ് മെഡിസിൻ കെ പാർക്കിൽ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈക്കോളജി സോഷ്യോളജി ഒഴിച്ചുള്ള എല്ലാ ടോപ്പിക്സ്, ഇപ്പം അനാട്ടമി, ബാക്കി എല്ലാ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രിവെൻറ്റീവ് മെഡിസിൻ കെ പാർക്കിൽ നിന്നുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഏതാണ് വരിക? യെസ്, ഇറ്റ് ഈസ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽത്ത് പ്രോഗ്രാംസ് അല്ലേ, നമുക്ക് കുറേ പ്രോഗ്രാംസ് പഠിക്കാനുണ്ട്. പ്രോഗ്രാംസിൽ നിന്ന് അത്രയും ഡെപ്തിലൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, ജസ്റ്റ് ഇയേഴ്സൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻഹാൻസ്ഡ് മലേറിയ കൺട്രോൾ പ്രോഗ്രാം EMCP launched in the year 1953, 1999, 1997. അതിൽ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് only 1, only 2, only 3, none of these. അപ്പോൾ മലേറിയ കൺട്രോൾ പ്രോഗ്രാമും ഉണ്ട്, അതുപോലെ എൻഹാൻസ്ഡ് മലേറിയ കൺട്രോൾ പ്രോഗ്രാമും ഉണ്ട്. ഇവിടെ നോട്ട് ചെയ്യണം, ചോദിച്ചത് എന്താണ്? EMCP ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഹാൻസ്ഡ് ആണ് കേട്ടോ. എൻഹാൻസ്ഡ് മലേറിയ കൺട്രോൾ പ്രോഗ്രാം അത് ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത്? 1997 കേട്ടോ. ഇത് വർഷമാണ് നോട്ട് ചെയ്ത് വെക്കണം. എല്ലാ പ്രോഗ്രാംസും നമ്മളൊരു ടേബിളിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിൻ്റെ ഇയേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വിത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇയേഴ്സ് സ്റ്റഡി ടേബിളിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിൻ്റെയും അതിൻ്റെ ലോഞ്ച് ചെയ്ത ഇയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. PTCT ഈസ് അസോസിയേറ്റഡ് വിത്ത് RNTCP, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. എന്താണ് RNTCP? ഓർമ്മിക്കുന്നുണ്ടോ എന്തായിരുന്നു? യെസ്, ഇറ്റ് ഈസ് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം അല്ലേ. അടുത്ത നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം. PTCT എന്തുമായി അസോസിയേറ്റഡ് ആണ്? എന്താണ്? യെസ്, നാക്കോ. എന്താണ് നാക്കോ? അതെ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റഡ് ആണ് ഈ PTCT. നാക്കോയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാർഗറ്റ് ഫ്രീ അപ്രോച്ച് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നാഷണൽ ഫൈലേറിയാസിസ് കൺട്രോൾ പ്രോഗ്രാം, RCH പ്രോഗ്രാം, CSSM ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം. ഏതിലാണ് വരുന്നത്? യെസ്, നാഷണൽ FW ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ആണ് കേട്ടോ. സോറി, നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ആണ്. ഇറ്റ് ഈസ് ഫാമിലി വെൽഫെയർ പ്രോഗ്രാം. RCH എന്താണ്? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം. CSSM എന്താണ്? ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം. ഇതിൽ ടാർഗറ്റ് ഫ്രീ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഏത് പ്രോഗ്രാമിൻ്റെ കീഴിലാണ് വന്നത്? RCH പ്രോഗ്രാമിലാണ് കേട്ടോ. RCH പ്രോഗ്രാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം എഴുതുക, അത് ലോഞ്ച് ചെയ്ത വർഷം, അതിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസോ സ്കീമുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഇപ്പോൾ ലെപ്രസിയുടെ സെറ്റ് സ്കീം വരുന്ന പോലെ RCH പ്രോഗ്രാമിലാണ് ടാർഗറ്റ് ഫ്രീ അപ്രോച്ച് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിസീസ്, ദിസ് സിറ്റുവേഷൻ ഈസ് റെഫേർഡ് ഇൻ പ്രീ പത്തോജനസിസ് ഫേസ്, പത്തോജനസിസ് ഫേസ്, ഡിസീസ് ട്രാൻസ്മിഷൻ ഫേസ്. ഏതിലാണ് വരുന്നത്? മാൻ ഇൻ ഇസ് ദ മിഡ്സ്റ്റ് ഓഫ് ദ ഡിസീസ്. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തിലാണ് പറയുന്നത്? അതെ, ഏതിലാണെന്നറിയോ? പ്രീ പത്തോജനസിസ് ഫേസിലാണ്. അസുഖം വരുന്നതിന് മുന്നേ പ്രീ പത്തോജനസിസ് ഫേസിലാണ്. പത്തോജനസിസ് ഫേസിലും ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫേസിലുമല്ല, പ്രീ പത്തോജനസിസ് ഫേസിലാണ് നമ്മൾ ഈ ഒരു കോട്ടിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RNA പാരാമിക്സോ വൈറസ് കോസസ്. RNA പാരാമിക്സോ വൈറസ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ അസുഖങ്ങളാണ്? നമുക്ക് അസുഖങ്ങളുടെ പേര് നോക്കാം. ചിക്കൻ ബോക്സ്, മീസിൽസ്, റുബെല്ല. ഏതാണ് വരുന്നത്? RNA പാരാമിക്സോ വൈറസ് ഉണ്ടാക്കുന്നത് അസുഖം ഏതാണ്? യെസ്, ഇറ്റ് ഈസ് മീസിൽസ് ആണ് കേട്ടോ. RNA പാരാമിക്സോ വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് മീസിൽസ്. നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതിൻ്റെ ഏജൻറ്റ് നമ്മൾ എപ്പിഡമോളജിക്കൽ ഡിറ്റർമിനൻസ് വെച്ചാണ് പഠിക്കുന്നത് അല്ലേ. എന്താണ് ഈ എപ്പിഡമോളജിക്കൽ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞത്? അതെ, ഏജൻറ്റ്, ഹോസ്റ്റ്, അതുപോലെ എൻവയോൺമെൻറ്റ്. ഈ 3 കാര്യങ്ങളും കൂടെ പറയുന്നതിനെയാണ് നമ്മൾ എപ്പിഡമോളജിക്കൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു അസുഖം എടുത്താലും നമ്മൾ ആദ്യം എപ്പിഡമോളജിക്കൽ ഡിറ്റർമിനൻസ് ആയിരിക്കും നിങ്ങൾ ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ ആസ്പെക്റ്റിൽ നമ്മൾ പഠിക്കുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഫുഡ് പോയ്സണിങ് ഈസ് കോസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം, ക്ലോസ്ട്രീഡിയം ടെറ്റനൈ, ആർബോ വൈറസ്. ഇതിലേതാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നത്? പേര് കേട്ടാൽ അറിയാം അല്ലേ. ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ഉണ്ടാക്കുന്ന ടെറ്റനസ് ആണ്. അതൊരു ഫുഡ് പോയ്സണിങ് ആണോ? അല്ല. ബോട്ടുലിസം ഒരു ഫുഡ് പോയ്സണിങ് ആണോ? ആണ്. അപ്പോൾ ഏതായിരിക്കും? ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം. അത് യെസ്, ബോട്ടുലിനം എന്ന് പറയും കേട്ടോ. അസുഖത്തിൻ്റെ പേരാണ് ബോട്ടുലിസം. ബോട്ടുലിസം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡിസീസാണ്, കാരണം നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖമാണ് കേട്ടോ.
അടുത്തത് MDT ദാറ്റ് ഇസ് മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെൻറ്റ്. അത് ഏത് അസുഖത്തിന് ട്രീറ്റ് ചെയ്യുന്നതാണ്? ലിംഫാറ്റിക് ഫൈലേറിയാസിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ലെപ്രസി. ഏതിനാണ്? അത് ലെപ്രസിക്കാണ് കേട്ടോ. ലെപ്രസി എന്ന് പറയുന്ന അസുഖം വരുമ്പോഴാണ് ഈ MDT എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റഡ് വെക്റ്റർ കൺട്രോൾ ആക്ടിവിറ്റീസ് കണ്ടക്ടിങ് ഫോർ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ഏത് അസുഖം പ്രിവെൻറ്റ് ചെയ്യാനാണ്? നമുക്കറിയാം വെക്റ്റർ ബോൺ ഡിസീസസ് നിരവധി ഉണ്ട് അല്ലേ. നമ്മൾ വെക്റ്റർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമും പഠിച്ചു അല്ലേ. അപ്പോൾ നിരവധി നമ്മൾ വെക്റ്ററിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് വെക്റ്റർ ബോൺ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെക്റ്റർ ബോൺ ഡിസീസസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെക്റ്ററിനെ കൺട്രോൾ ചെയ്യുക അല്ലേ. വെക്റ്ററിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സോഴ്സ് റിഡക്ഷൻ ആണ് അല്ലെ. എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ മോസ്കിറ്റോ ബോൺ ഡിസീസസ് ആണെങ്കിൽ മോസ്കിറ്റോനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ മോസ്കിറ്റോ പെറ്റു പെരുകുന്നത് തടയാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലേ. അതാണ് വെക്റ്റർ കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ അസുഖത്തിനാണ് നമ്മൾ ഇതുപോലെയുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെക്റ്റർ കൺട്രോൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? അതെ, മലേറിയയ്ക്ക് നമ്മൾ ചെയ്യും, ഡെങ്കുവിന് ചെയ്യും അല്ലേ. മലേറിയയ്ക്ക് ചെയ്യും. മലേറിയ നമ്മുടെ അനോഫിലസ് മോസ്കിറ്റോ ഉണ്ട്. രണ്ട് മോസ്കിറ്റോ ബോൺ ഡിസീസസ് ആണ്. ഓക്കെ, മലേറിയ അനോഫിലസ് മോസ്കിറ്റോ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഡെങ്കു, ചിക്കൻ പോക്സ് അല്ല ചിക്കൻ ഗുനിയ, ഓക്കെ, അതുപോലെയുള്ള അസുഖങ്ങളെല്ലാം മോസ്കിറ്റോ ബോൺ ഡിസീസസ് നിരവധി നമ്മൾ പഠിച്ചു. പിന്നെ സാൻഫ്ലൈ ഉണ്ടാക്കുന്നത് വെക്റ്റർ ബോൺ തന്നെയാണ്. കാല അസർ നമ്മൾ പഠിച്ചു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്മിഷൻ ഓഫ് മലേറിയ. വെക്റ്റർ ട്രാൻസ്മിഷൻ, ഡയറക്റ്റ് ട്രാൻസ്മിഷൻ, കൺജനൈറ്റൽ ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഈ മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വെക്റ്ററിലൂടെയാണോ, ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണോ, കൺജനൈറ്റൽ ആയിട്ട് അതായത് ജനിക്കുമ്പം തന്നെ കിട്ടുന്നതാണോ? എങ്ങനെയാണ്? യെസ്, 3 രീതിയിലും. വെക്റ്ററിലൂടെയും വരാം, പിന്നെ ഒരു രോഗം വന്ന വ്യക്തിയിൽ നിന്ന് ഡയറക്റ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യാം, പിന്നെ ഒരു പ്രഗ്നൻറ്റ് ലേഡിയിൽ നിന്ന് അവരുടെ കുട്ടിയിലോട്ട് അല്ലെ കൺജനൈറ്റലായിട്ടും കുഞ്ഞിന് കിട്ടാം. അങ്ങനെ അപ്പോൾ 3 രീതിയിലും ട്രാൻസ്മിഷൻ നടക്കാൻ സാധ്യതയുള്ളതാണ് മലേറിയ. ദാറ്റ് ഈസ് ത്രൂ വെക്റ്റർ, ഡയറക്ട്ലി ആൻഡ് ഓൾസോ ത്രൂ ദി കൺജനൈറ്റൽ റൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് അണ്ടർഗോയിങ് റെപ്ലിക്കേഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഇൻ വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഒരു വെക്റ്ററിൽ തന്നെ നമ്മുടെ ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് റെപ്ലിക്കേഷൻ നടക്കുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് പറയുന്നത് എന്താണ്? മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ ആണോ, ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ആണോ, സൈക്ലോ ഡെവലപ്മെൻറ്റ്? നമ്മൾ ഡിസീസ് ട്രാൻസ്മിഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അവിടെ നമ്മുടെ ആർത്രോപോഡ് ബോൺ ഡിസീസസും അതിൻ്റെ ട്രാൻസ്മിഷനൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഓരോന്നിലും മെക്കാനിക്കൽ ട്രാൻസ്മിഷനിൽ എന്താ സംഭവിക്കുന്നത്, ബയോളജിക്കലിൽ എന്താണ്, സൈക്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച ഭാഗം ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ സാധിക്കില്ല കൊണ്ട് അത്രമാത്രം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സ്പീഡിൽ പോകേണ്ടി വരും. അപ്പോൾ എന്താ, ഇപ്പോൾ ഈ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റിന് റെപ്ലിക്കേഷനും നടക്കുന്നുണ്ട്, അതുപോലെ ഡെവലപ്മെൻറ്റും നടക്കുന്നത് ഏതിലാണ്? അതെ, ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ആണല്ലേ. മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബയോളജിക്കൽ എന്താണ്? ഈ ഒരു അസുഖം ഉണ്ടാക്കുന്ന ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് വെക്റ്ററിൽ പോയിട്ട് റെപ്ലിക്കേഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നു അല്ലേ. മറ്റതെന്താണ്? യെസ്, സൈക്ലോ ഡെവലപ്മെൻറ്റൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആൻസറായിട്ട് ഇവിടെ വരെ ഏതാണ്? ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫാദർ ഓഫ് പബ്ലിക് ഹെൽത്ത്. എഡ്വേർഡ് ജെന്നർ, ഫ്രാൻസിസ് ക്രിക്ക്, ഫ്രെഡറിക് ബാൻറ്റിംഗ്, കോളറ. ആരായിരിക്കാം? യെസ്, കോളറേനെയാണ് നമ്മുടെ പബ്ലിക് ഹെൽത്തിൻ്റെ ഫാദർ എന്ന് വിളിക്കുന്നത്. എന്തിനെയാണ്? കോളറേനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇറ ഓഫ് ദ ഡിസീസ് പ്രിവെൻഷൻ ബൈ സ്പെസിഫിക് മെഷേഴ്സ് സ്റ്റാർട്ടഡ് ഡ്യൂ ടു ഡാഷ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് കോമ്പിനേഷൻ ആൻഡ് റീസൺസ് ബിലോ. ഇൻടേക്ക് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫൗണ്ട് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് സ്കർവി, ഡിസ്കവറി ഓഫ് വാക്സിനേഷൻ എഗെയിൻസ്റ്റ് സ്മോൾ പോക്സ്, ഡിസ്കവറി ഓഫ് വാക്സിൻ എഗെയിൻസ്റ്റ് കോളറ. ആൻസർ ഏതായിരിക്കും വരിക? യെസ്, നമ്മളിപ്പോൾ ഒരു അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ സ്പെസിഫിക് മെഷേഴ്സ് എടുക്കുന്നത് അത് ഇതിൽ ഏതാ വരിക? യെസ്, ഇറ്റ് ഈസ് ഇൻടേക്ക് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അങ്ങനെയാണ് നമ്മൾ സ്കർവി നമ്മുടെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചാൽ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കുറഞ്ഞ് അങ്ങനെ അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത നമ്മുടെ സ്മോൾ പോക്സിനെതിരെ വാക്സിനേഷൻ കണ്ടുപിടിച്ചതിന് വഴി നമ്മൾ ആ ഒരു അസുഖത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ തന്നെ സാധിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസീസ് പ്രിവെൻഷന് വേണ്ടിയുള്ള സ്പെസിഫിക് മെഷേഴ്സ്, അപ്പോൾ അതിൽ വരുന്നത് ഇത് രണ്ടുമാണ് കേട്ടോ.
കോളറ എന്ന് പറയുന്ന അസുഖത്തിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കുന്നതല്ല. ആദ്യത്തെ 1 ഓപ്ഷനും 2 സെക്കൻഡുമാണ് ആൻസറായിട്ട് വരിക. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കോസേറ്റീവ് മൈക്രോ ഓർഗാനിസം ഫോർ ദ ഹ്യൂമൻ ഡിസീസ് ടൈഫോയിഡ്. ഏതാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന രോഗകാരി ആരാണ്? പ്രൊട്ടോസോവ, ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗൈ. നമുക്കറിയാം ബാക്ടീരിയ ആണ് അല്ലേ. സാൽമണല്ല ടൈഫൈ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. സാൽമണല്ല ടൈഫൈ ബാക്ടീരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. എപ്പോഴാണ് ഈ MTP ആക്ട് വന്നത്? എപ്പോഴാണ് MTP ആക്ട്? MTP ഓഫ് എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നു. അത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. അത് പിന്നെ അടുത്ത വർഷം ഏപ്രിലായി അത് പ്രാബല്യത്തിൽ വരാനായിട്ട് കേട്ടോ. ഏപ്രിൽ 1972. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാസക്ടമൈസ്ഡ് പേഴ്സൺസ് ഷുഡ് ബി അഡ്വൈസ്ഡ് ടു യൂസ് സം കോൺട്രസെപ്റ്റീവ് മെത്തേഡ് അൺടിൽ അബൌട്ട് ഡാഷ് ഇജാക്കുലേഷൻസ് ടു പ്രിവെൻറ്റ് ഫെയിലിയേഴ്സ് 10, 20, 30 and 40. സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് അല്ലേ. മെയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് വാസക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ വാസക്ടമി കഴിഞ്ഞാലും എത്ര നാളായിരിക്കും അവർക്ക് ഒരു കോൺട്രസെപ്റ്റീവ്സ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറയുന്നത്? അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസക്ടമി കഴിഞ്ഞ പേഴ്സൺസിലായാലും ഇത്ര ഇജാക്കുലേഷൻസ് വരെ നമ്മൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറയും. ഓക്കെ, 30 ഇജാക്കുലേഷൻസ് ആണ് കേട്ടോ. 30 ഇജാക്കുലേഷൻസ് വരെയും കോൺട്രസെപ്ഷൻ മെത്തേഡ്സ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ആ ഒരു സ്റ്റെറിലൈസേഷൻ ഇഫക്റ്റീവ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓർ WHO. എക്സിക്യൂട്ടീവ് ബോർഡ്, വേൾഡ് ഹെൽത്ത് അസംബ്ലി, WHO സെക്രട്ടേറിയറ്റ്, WHO എക്സ്പേർട്ട് കമ്മിറ്റി. ഏതാണ് സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്? അതെ, അത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് കേട്ടോ. എന്താണ്? അതെ, വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓർ സോഴ്സസ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ ഫ്രം ദ ഫോളോയിങ്: സെൻസസ്, രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത് ആൻഡ് മാരേജസ്, സ്കൂൾ റെക്കോർഡ്സ്. ഇതിലേതാണ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സോഴ്സ് ഏതാണ്? സ്കൂൾ റെക്കോർഡ് അല്ല അല്ലേ. ഏതാണ്? സെൻസസ് പറയാം, ബർത്ത്, ഡെത്ത്, മാരേജിൻ്റെ രജിസ്ട്രേഷനൊക്കെ പറയാം അല്ലേ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സോഴ്സായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ കംപ്രൈസസ് ഏജ്. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏത് വയസ്സിലുള്ളവരെയാണ്? ഏതാണ്? അതെ, 15 വയസ്സിൽ താഴെയും അതുപോലെ ഏതാണ് 65 വയസ്സിൽ മേലെയും ഉള്ളവരെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ എന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോസേജ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇൻഫൻറ്റിന് കൊടുക്കുന്ന ഡോസേജ് എത്രയാണ്? 0.05 ml, 0.1 ml, 0.5 ml, 1 ml. ഏതാണ്? യെസ്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നത് എത്രയാണ്? 0.5 ml ആണ് കൊടുക്കുന്നത്. ഏത് വാക്സിൻ? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. True statement about mosquito. Mansonia breeds in artificial water collection. No siphon tube is present in Anopheles larvae. Aedes bite mainly in the dusk. Culex lays egg singly. നമ്മൾ മോസ്കിറ്റോ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു അല്ലേ? യെസ്, മോസ്കിറ്റോ ബോൺ ഡിസീസസും ആർത്രോപോഡ് ബോൺ ഡിസീസസും മോസ്കിറ്റോൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മോസ്കിറ്റോനെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ടാണ് നമ്മൾ അത്ര ഡെപ്തിൽ അന്ന് എടുത്തത്. അപ്പോൾ ഈ മോസ്കിറ്റോനെ പറ്റിയുള്ള ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? മാൻസോണിയ ബ്രീഡ്സ് ഇൻ ആർട്ടിഫിഷ്യൽ വാട്ടർ കളക്ഷൻ ആണോ? അല്ല. ആൻസർ ചെയ്താൽ വരിക യെസ്, നമ്മുടെ അനോഫിലസ് ലാർവയിൽ സൈഫൺ ട്യൂബ് ഇല്ല. ഇതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ ബോൺ ഡിസീസസ്, ഗയാഡിയാസിസ്, ലെപ്റ്റോസ്പൈറോസിസ്, ബോത്ത് A and B, നൺ. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരിക? യെസ്, രണ്ടും വരും അല്ലേ. ഗയാഡിയാസിസും വരും, അതുപോലെ ലെപ്റ്റോസ്പൈറോസിസും വരും. വാട്ടർ ബോൺ ഡിസീസസിൽ വരുന്നതാണ് ഗയാഡിയാസിസ് ആൻഡ് ലെപ്റ്റോസ്പൈറോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, മെത്തമോഗ്ലോബിനീമിയ നമ്മുടെ ഇൻഫൻസിൽ വരുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ. മെത്തമോഗ്ലോബിനീമിയ വരുന്നത് എന്ത് കാരണമാണ്?
അതെ, ഡ്യൂ ടു നൈട്രേറ്റിൻ്റെ അളവ് കൂടുതലാവുമ്പോഴാണ് കേട്ടോ. വെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അളവ്, ഹൈ നൈട്രേറ്റ് ഇൻ വാട്ടറിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഏതാണ്? മെത്തമോഗ്ലോബിനീമിയ എന്ന് പറയുന്നത്. അടുത്തത്, ഇൻ ബയോളജിക്കൽ ഫിൽറ്റേഴ്സ്, നമ്മൾ ബയോളജിക്കൽ ഫിൽറ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു അല്ലേ? ഈ ബയോളജിക്കൽ ഫിൽറ്ററിൽ അഡ്സോർപ്ഷൻ പ്രോസസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അണ്ടർ ഡ്രെയിനേജ്. എവിടെയാണ് ഈ അഡ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത്? അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിലാണോ, ഫിൽറ്റർ കൺട്രോൾ വാൽവ്സിലാണോ, സാൻഡ് ബെഡിലാണോ, സ്റ്റോറേജ് ടാങ്കിലാണോ? എവിടെയാണ്? സാൻഡ് ബെഡിലാണ് കേട്ടോ. എവിടെയാണ്? സാൻഡ് ബെഡിലാണ് എന്ത് നടക്കുന്നത്? അഡ്സോർപ്ഷൻ നടക്കുന്നത്. എന്ത് നടക്കുന്നു? അഡ്സോർപ്ഷൻ നടക്കുന്നു സാൻഡ് ബെഡിൽ. അലോഡ് സൈസ് ഓഫ് ലോസ് ഓഫ് ഹെഡ് ഇൻ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. ഈ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ലോസ് ഓഫ് ഹെഡ്, അവിടെ ലോസ് സംഭവിക്കും കേട്ടോ. അതിന് എത്രത്തോളം ലോസ് ആണ് അലൗഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. 2 to 2.5 മീറ്റർ, 1.5 മീറ്റേഴ്സ്, 4 മീറ്റേഴ്സ്, 6 to 8 മീറ്റേഴ്സ്. എത്രയാണ് ആൻസർ വരുന്നത്? അതെ, 2 മുതൽ 2.5 മീറ്റർ വരെ ലോസ് ഓഫ് ഹെഡ് അലൗഡ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലോറിനേഷൻ ഒക്കെ പഠിച്ചിരുന്നു അല്ലേ? എന്താണ് ഈ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻസ് നോക്കാം. അഡീഷൻ ഓഫ് 2.5 grams ബ്ലീച്ചിങ് പൗഡർ ഇൻ 1000 liters ഓഫ് വാട്ടർ, അഡീഷൻ ഓഫ് 5 grams ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഇൻ 1000 liters ഓഫ് വാട്ടർ, അഡീഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ക്ലോറിൻ ഫോളോഡ് ബൈ ഡീക്ലോറിനേഷൻ, നൺ. ഇതിൽ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതെ, കുറേ ക്ലോറിൻ അങ്ങ് ആഡ് ചെയ്യും കേട്ടോ. ലാർജ് എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ക്ലോറിൻ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താണ് അഡീഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ക്ലോറിൻ ഫോളോഡ് ബൈ ഡീക്ലോറിനേഷൻ. അതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ, 1 halosone tablet is sufficient to disinfect 1 liter of water. 2 drops of iodine is sufficient to disinfect 5 liters of water. 5 minutes of continuous boiling kills spores in water. Potassium permanganate is a powerful oxidizing agent. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? അതെ, ഇതാണല്ലേ നമ്മുടെ KMNO4 ഇല്ലേ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൗണ്ട് വാട്ടർ കംസ് ഇൻ സർഫസ് അണ്ടർ നാച്ചുറൽ പ്രഷർ? ഓക്കെ, ഏത് ഗ്രൗണ്ട് വാട്ടർ ആണ് സാധാരണ നാച്ചുറൽ പ്രഷറിൽ തന്നെ പുറത്തോട്ട് വരുന്നത്? ഡഗ് വെല്ലാണോ, സ്റ്റെപ്പ് വെല്ലാണോ, ബോർവെല്ലാണോ, ആർട്ടീഷ്യൻ വെല്ലാണോ? നാച്ചുറൽ പ്രഷറിൽ വരണം സർഫസിലോട്ട്. ഏതായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ആർട്ടീഷ്യൻ വെൽ. നമ്മൾ ആർട്ടീഷ്യൻ വെല്ലൊക്കെ പഠിച്ചതാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ സാമ്പിളിംഗ്, നമ്മൾ സാമ്പിളിംഗ് ഓഫ് വാട്ടർ പഠിച്ചതാണ്. അവിടെ ഈ വിഞ്ചെസ്റ്റർ ക്വാർട്ട് ബോട്ടിൽ, അത് എന്തിനു ഉപയോഗിക്കുന്ന ബോട്ടിലാണ്? വിഞ്ചെസ്റ്റർ ക്വാർട്ട് ബോട്ടിൽ. അതെ, ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടിലിൻ്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ, വിഞ്ചെസ്റ്റർ ക്വാർട്ട് ബോട്ടിൽ. ഇതാണ് നമ്മുടെ വാട്ടർ സാമ്പിളിങ്ങിന് വേണ്ടി, വാട്ടറിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടിലാണ് വിഞ്ചെസ്റ്റർ ക്വാർട്ട് ബോട്ടിൽ. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ എയർ പൊല്യൂട്ടൻ്റ് റെസ്പോൺസിബിൾ ഫോർ COPD. COPD എന്തായിരുന്നു? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് അല്ലേ? അപ്പോൾ ഈ ഒരു COPD ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേജർ ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻ്റ് ഏതാണ്? ഹൈഡ്രോ കാർബൺസ്, ഓസോൺ, സൾഫർ ഡയോക്സൈഡ്, ലെഡ്. ഇതിലേതാണ് COPD ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻ്റ്? ഏതാണ്? അതെ, സൾഫർ ഡയോക്സൈഡ് ആണ് COPD ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ മേജർ എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പേർപ്പസ് ഓഫ് ഇത് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആ ടോപ്പിക്കിൽ വരുന്നതാണ് കേട്ടോ. ദ പേർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻഫർമേഷൻ, പ്രൊപ്പഗാൻഡ, എൻ്റർടൈൻമെൻറ്റ്, ഓൾ ഓഫ് ദി അബവ്. ഏതായിരിക്കും? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ? ഇതെല്ലാത്തിനും വേണ്ടിയാണല്ലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ഫോർ ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ പ്രൊപ്പഗാൻഡ. അപ്പോൾ ഇത് പേർപ്പസ് പറയുമ്പോൾ ഇത് എല്ലാം ആൻസറായിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്, ഓൾ ഓഫ് ദി അബവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്? ഫാക്ട്സ്, ഷെയറിംഗ്, ഐഡിയാസ്, ഫീലിങ്സ്. ഇതിലേതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ഷെയറിങ് അല്ലേ? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് എന്ന് നമുക്ക് പറയാവുന്നതാണ് ഷെയറിങ്.
അടുത്ത ക്വസ്റ്റ്യൻ, എ സീരീസ് ഓഫ് സ്പീച്ചസ് ഓൺ ദ സെലക്റ്റഡ് ടോപ്പിക് ബൈ എക്സ്പേർട്സ്. എക്സ്പേർട്ടിനെ കൊണ്ട് സെലക്റ്റഡ് ടോപ്പിക്കിൽ കുറേ ഇങ്ങനെ സ്പീച്ചുകൾ പറയാറുണ്ട്. അതിനെന്താ പറയുക നമ്മൾ? സിംപോസിയം. ഇപ്പോൾ കാണാറുണ്ടല്ലോ, സിംപോസിയം എന്ന് പറഞ്ഞാൽ ചില സെലക്റ്റഡ് ടോപ്പിക്സ് കൊടുക്കും, എന്നിട്ട് അതിനെപ്പറ്റി എക്സ്പേർട്സ് സ്പീച്ച് നടത്തുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സിംപോസിയം എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഇസ് സിംപോസിയം. അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേൾഡ് ഹെൽത്ത്, ലോക ആരോഗ്യ സംഘടന, ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിന് എന്താ പറയുന്നത്? ഇസ് ഇറ്റ് എ കംപ്ലീറ്റ് ഫിസിക്കൽ വെൽബീങ് മാത്രമാണോ? മെൻ്റൽ വെൽബീങ് മാത്രമാണോ? സോഷ്യൽ വെൽബീങ് മാത്രമാണോ? അത് ഓൾ ഓഫ് ദീസ് ആണോ വരുന്നത്? വളരെ എളുപ്പമാണ് അല്ലേ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും സാമൂഹികവുമായിട്ടുള്ള അല്ലേ, ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ളൊരു വെൽബീങ്ങിനെയാണ്. അപ്പോൾ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, റോൾ പ്ലേ. എന്താണ് ഈ റോൾ പ്ലേ എന്ന് പറയുന്നത്? ഇസ് ഇറ്റ് എ സ്ട്രീറ്റ് പ്ലേ, ഫ്ലാഷ് മോബ്, സോഷ്യോ ഡ്രാമ, സ്കിറ്റ്? എന്താണ് റോൾ പ്ലേ? റോൾ പ്ലേനെ വേറൊരു പേരിൽ വിളിക്കുന്നത് എന്താണെന്നറിയോ? സോഷ്യോ ഡ്രാമ. സോഷ്യോ ഡ്രാമേനെയാണ് നമ്മൾ റോൾ പ്ലേ എന്ന പേരിൽ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് അപ്രോച്ച് ടു ഹെൽത്ത് എഡ്യൂക്കേഷൻ? നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഏത് അപ്രോച്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് എന്ന് പറയുന്നത്? ഇസ് ഇറ്റ് എഡ്യൂക്കേഷണൽ അപ്രോച്ച്, ഇസ് ഇറ്റ് എ സർവീസ് അപ്രോച്ച്, ഇസ് ഇറ്റ് എ റെഗുലേറ്ററി അപ്രോച്ച്, ഓർ പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ടാണോ? അത് റെഗുലേറ്ററി ആണല്ലേ. ഭക്ഷണം അഡൾട്ടർ ചെയ്യുന്നത് കണ്ടുപിടിക്കുന്ന ആക്ട്, അതെന്തിനെയാണ്? നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഓക്കെ, റെഗുലേറ്ററി അപ്രോച്ച് ആയിട്ടാണ് വരുന്നത് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂണിറ്റി ഹ്യൂമൻ റിസോഴ്സ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. കമ്മ്യൂണിറ്റി ഹ്യൂമൻ റിസോഴ്സ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ, വില്ലേജ് ഹെൽത്ത് ഗൈഡ്, ട്രഡീഷണൽ ഹീലേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, ഓൾ ഓഫ് ദി അബവ്. ആരെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്? വില്ലേജ് ഹെൽത്ത് ഗൈഡിനെയാണോ, ട്രഡീഷണൽ ഹീലേഴ്സിനെയാണോ, സ്കൂൾ ടീച്ചേഴ്സിനെയാണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബവ്? ആരാണ്? എല്ലാവരെയും പറയും അല്ലേ. കമ്മ്യൂണിറ്റി ഹ്യൂമൻ റിസോഴ്സ് ആണ്. വില്ലേജ് ഹെൽത്ത് ഗൈഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു കമ്മ്യൂണിറ്റി സോഴ്സാണ്. ട്രഡീഷണൽ ഹീലേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, ഇവരെല്ലാം നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഹൂ ഇൻട്രൊഡ്യൂസസ് ടോപ്പിക് ഇൻ എ പാനൽ ഡിസ്കഷൻ? ഒരു പാനൽ ഡിസ്കഷനിൽ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? ചെയർമാൻ ആയിരിക്കും അല്ലേ. ഒരു ഡിസ്കഷൻ വരുമ്പോൾ ചെയർമാൻ ആയിരിക്കില്ലേ ആദ്യം അത് അഡ്രസ്സ് ചെയ്ത് ടോപ്പിക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരായിരിക്കും? ചെയർമാൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എഡ്യൂക്കേഷണൽ എയ്ഡ്സ് ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് നീഡ്സ് ഫ്രീക്വൻറ്റ് റീപ്ലേസ്മെൻറ്റ്? ഇതിൽ കുറേ എഡ്യൂക്കേഷണൽ എയ്ഡ് പറയുന്നുണ്ട്. ഏതിൻ്റെ ലൈഫാണ് ഷോർട്ടാണ്, അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് റീപ്ലേസ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളത്? റേഡിയോ ആണോ, ടി വി ആണോ, പോസ്റ്റർ ആണോ, ഡിസ്പ്ലേ ബോർഡ് ആണോ? പോസ്റ്ററുകൾ അല്ലേ, അത് മാഞ്ഞു പോകും, പിന്നെ നമ്മൾ പോസ്റ്റർ പിന്നെയും പതിക്കേണ്ടി വരും അല്ലേ. പോസ്റ്ററാണ്, അത് ഷോർട്ടാണ് അതിൻ്റെ ലൈഫ്, അതുപോലെ ഫ്രീക്വൻ്റ്ലി റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയുള്ളത് പോസ്റ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇനിഷ്യേറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? സെൻഡർ, റിസീവർ, ഓഡിയൻസ്, ഡീകോഡർ? ഏതാണ് ഇനിഷ്യേറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്? തുടക്കം സെൻഡറിൽ നിന്നാണ് അല്ലേ. സെൻഡറാണ് ഇനിഷ്യേറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പഞ്ചായത്ത് രാജ് ഇൻ ഇന്ത്യ, പഞ്ചായത്ത് സമിതി ഈസ് അറ്റ് വില്ലേജ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഓൾ ഓഫ് ദി അബോവ്? അപ്പോൾ പഞ്ചായത്ത് രാജിൽ പഞ്ചായത്ത് സമിതി എവിടെ വരുന്നു? പഞ്ചായത്ത് സമിതി വില്ലേജ് ലെവലിൽ വരുന്നതാണോ, ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നതാണോ, ബ്ലോക്ക് ലെവലിൽ വരുന്നതാണോ? ഏതിലാണ് വരുന്നത് പഞ്ചായത്ത് സമിതി? ബ്ലോക്ക് ലെവലിൽ വരുന്നതാണ് കേട്ടോ. ബ്ലോക്ക് ലെവലിൽ വരുന്നതാണ് പഞ്ചായത്ത് സമിതി. ഇനി പഞ്ചായത്ത് രാജ് വാസ് ഇനാഗുറേറ്റഡ് ബൈ പി കെ തുങ്കൻ, ജവഹർലാൽ നെഹ്റു, ബൽവന്ത് റായ് മെഹ്ത, വി കെ ആർ വി റാവു? ആൻസർ ഈസ് ജവഹർലാൽ നെഹ്റു. ന്യായ പഞ്ചായത്ത് കൗൺസിൽ വാസ് റെക്കമെൻഡഡ് ബൈ, ഓക്കെ നമ്മൾ കുറേ കമ്മിറ്റീസ് പഠിച്ചു അല്ലേ. യെസ്, ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി, അശോക് മെഹ്ത കമ്മിറ്റി, എൽ എം സിംഗ്വി കമ്മിറ്റി, ജി വി കെ റാവു കമ്മിറ്റിയൊക്കെ പഠിച്ചിരുന്നു പഞ്ചായത്ത് രാജ് പഠിച്ചപ്പോൾ. അതിൽ ന്യായ പഞ്ചായത്ത് കൗൺസിൽ ആരുടെ റെക്കമെൻഡേഷനിലാണ്? ന്യായ പഞ്ചായത്ത് കൗൺസിൽ ആരുടെയാണ്? അതെ, അശോക് മെഹ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ് ന്യായ പഞ്ചായത്ത് കൗൺസിൽ. പ്രിൻസിപ്പിൾസ് ഓഫ് മണി മാനേജ്മെൻറ്റ് നോട്ട് ഇൻക്ലൂഡ്സ്.
മണി മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൽ പെടാത്തത് എന്താണ്? ഡോക്യുമെൻറ്റേഷൻ, സർട്ടിഫിക്കേഷൻ, ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ്, കൺസിസ്റ്റൻസി. ഡോക്യുമെൻറ്റേഷൻ വരും അല്ലേ, പിന്നെ ഒരു ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കുന്നു, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുന്നു, അതൊക്കെ വരും. ഇതിൽ വരാത്തത് ഏതാണ്? മണി മാനേജ്മെൻറ്റിൽ വരാത്തതാണ് സർട്ടിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ ലാൻഡിംഗ് സ്പേസ് സ്പെഷ്യലി സെറ്റ് അപ്പാർട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഗുഡ്സ് ഫോർ ഓർ എൻട്രി ഓഫ് ആൻഡ് എക്സിറ്റ് ഓഫ് പാസഞ്ചേഴ്സ്. ഏത് സ്പേസിലാണ് ഗുഡ്സ് കൊണ്ടിറക്കാനും ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും അതുപോലെ പാസഞ്ചേഴ്സിൻ്റെ എൻട്രിയും എക്സിറ്റിനും ആ ഒരു സ്ഥലത്തിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുക എന്നറിയോ? വാർഫ് എന്നാണ് വിളിക്കുക കേട്ടോ. വാർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലാൻഡിംഗ് സ്പേസ്. എന്തിനു വേണ്ടിയാണ്? ഗുഡ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും അതുപോലെ പാസഞ്ചേഴ്സിൻ്റെ എൻട്രിക്കും എക്സിറ്റിനും വേണ്ടിയുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ വാർഫ് എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the sudden and rapid increase in the number of cases of a disease or a condition of public health importance in a population is. കേസസ് ഓഫ് ഡിസീസ് ആയിരിക്കും കേട്ടോ, കേസസ് ആണ്. പെട്ടെന്ന് അസുഖത്തിൻ്റെ നമ്പർ, എത്രത്തോളം അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നു ആ അസുഖത്തിൻ്റെ നമ്പർ കൂടുന്നു സഡൻ ആയിട്ട്, റാപ്പിഡായിട്ട്. ഓക്കെ, അതിപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ്, ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കണ്ടീഷൻ അല്ലേ. അതിന് പാൻഡമിക് എന്നാണോ പറയുക, എപ്പിഡമിക് എന്നാണോ പറയുക, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണോ, ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്നാണോ പറയുക? എപ്പിഡമിക് ആണ് അല്ലേ. അതായത് പെട്ടെന്നൊരു അസുഖത്തിൻ്റെ നമ്പർ, കുറേ അസുഖത്തിൻ്റെ നമ്പർ അങ്ങ് കൂടുന്നു, കൂടുതൽ പേരിൽ അത് അസുഖം വ്യാപിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പബ്ലിക് ഹെൽത്ത് കണ്ടീഷനാണ്, അതിനെയാണ് നമ്മൾ എപ്പിഡമിക് എന്ന് പറയുന്നത്. Which of the following is false about time management skills? Communication, stress management, delegation, none of the above. ഇതൊന്നും അല്ല അല്ലേ, ഇതൊന്നും ടൈം മാനേജ്മെൻറ്റ് സ്കില്ലിൽ വരുന്നതല്ല. കമ്മ്യൂണിക്കേഷനും സ്ട്രെസ് മാനേജ്മെൻറ്റും ഡെലിഗേഷനും ഒന്നും. അപ്പോൾ ആൻസർ വരെ എന്താണ്? യെസ്, നൺ ഓഫ് ദി അബോവ് ആയിരിക്കും. അടുത്തതും പഞ്ചായത്ത് രാജിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ, ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ. ആരായിരിക്കും? കളക്ടറാണ് കേട്ടോ. ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഹെഡ് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് ദ ബെഞ്ച് ഓഫ് ന്യായ പഞ്ചായത്ത്? ലോയേഴ്സ്, വില്ലേജ് ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ന്യായ പഞ്ചായത്ത് പ്രമുഖ്. ആരൊക്കെയാണ് ന്യായ പഞ്ചായത്തിൻ്റെ ബെഞ്ചിൽ ഉണ്ടാവുന്നത്? ന്യായ പഞ്ചായത്തിൻ്റെ ബെഞ്ചിൽ ന്യായ പഞ്ചായത്ത് പ്രമുഖാണ് ഉണ്ടാവുന്നത് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഏജ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ കമ്മിങ് അണ്ടർ ദ റെഫറൽ സർവീസസ് ഓഫ് അംഗനവാടി? അംഗനവാടിയുടെ റെഫറൽ സർവീസസിൽ ഏത് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാണ് വരുന്നത്? ചിൽഡ്രൻ അപ് ടു 3 to 6 years, ചിൽഡ്രൻ ബിലോ 6 years, ചിൽഡ്രൻ ബിലോ 14 years, ചിൽഡ്രൻ അപ് ടു 3 to 18 years. ഏത് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാണ് റെഫറൽ സർവീസസ് ഓഫ് അംഗനവാടിയിൽ വരിക? അതെ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് കേട്ടോ, ബിലോ 6 years. 3 to 6 എന്നല്ല കേട്ടോ, 6 years താഴെയുള്ള, അപ്പോൾ അതായത് ജനിച്ച് 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മുടെ അംഗനവാടിയുടെ റെഫറൽ സർവീസസിൻ്റെ കീഴിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 81st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെന്റലി ഹെൽത്ത് പേഴ്സൺ? അപ്പോൾ ഒരു മെന്റലി ഹെൽത്ത് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? കോൺഫ്ലിക്റ്റ് ആണോ, ഡെലിക്വസി ആണോ, നോൺ എക്സ്ട്രീമിസ്റ്റ് ആണോ, ഫ്രസ്ട്രേഷൻ ആണോ? അപ്പോൾ ഇതിൽ ഒരു മെന്റലി ഹെൽത്ത് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റ് അല്ല അല്ലെ, ഡെലിക്വസി, ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക ഒന്നും അല്ല. എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് നോൺ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, എ സൊസൈറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. വാട്ട് ഈസ് എ തിയറി? ഓക്കെ, ഒരു തിയറി, ഇതിൽ ഒരു കുറെ തിയറീസ് നിങ്ങൾ പഠിച്ചു അല്ലെ സൈക്കോളജിയിൽ. സോഷ്യൽ കോൺട്രാക്ട് തിയറി, ഓർഗാനിസം തിയറി, മൾട്ടി ഫാക്ടോറിയൽ തിയറി, ഗ്രൂപ്പ് മൈൻഡ് തിയറി. ഇതിൽ ഏത് തിയറി അനുസരിച്ചാണ് ബോഡി സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുപോലെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഏത് തിയറിയുടെ ആസ്പദമാക്കിയാണ്? അപ്പോൾ ഓപ്ഷൻ എ, ബി, സി, ഡി 4 തിയറീസ് പറയുന്നുണ്ട്. അപ്പൊ 4 തിയറീസും ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓർഗാനിസം തിയറിയാണ്. ഓർഗാനിസം തിയറിയിൽ പറയുന്നതാണ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, അതായത് അതുപോലെ തന്നെ സൊസൈറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഓർഗാനിസം തിയറിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൂറൽ പീപ്പിൾ ഇൻ ഇന്ത്യ ഡിപ്പെൻഡ് പ്രൈമറിലി അപ്പോൺ. ഓക്കെ, അപ്പൊ നമ്മുടെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലുള്ള ആൾക്കാർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി. ബിസിനസ് ആണോ, ഇൻഡസ്ട്രി ആണോ, ഫിഷറി ആണോ, അഗ്രികൾച്ചർ ആണോ? റൂറൽ ഏരിയാസിൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം അല്ലെ, യെസ്, ഇറ്റ് ഈസ് അഗ്രികൾച്ചർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, ദ വേർഡ് മെന്റ് ഫോർ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതെ, മനുഷ്യന്റെ ബിഹേവിയറിനുള്ള പഠിത്തത്തിനാണ്. അനാട്ടമി ആണോ, ഫിസിയോളജി, സൈക്കോളജി, ആന്ത്രപ്പോളജി, എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. നമുക്കറിയാം ഈ ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നാണ് അർത്ഥം. അനാറ്റമി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദി ഇന്റേണൽ സ്ട്രക്ചറും അതിനെപ്പറ്റി ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് അനാറ്റമി എന്ന് പറഞ്ഞാൽ. സ്റ്റഡി ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ ബോഡി പഠിക്കുന്നതിനെയാണ് നമ്മൾ ഫിസിയോളജി എന്ന് പറയുന്നത്, അല്ലെ? യെസ്. അപ്പോൾ പക്ഷെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡിയാണ്. ഓക്കെ. ആന്ത്രപ്പോളജി നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ സോഷ്യോളജിസ്റ്റ് ഹു ഡിഫൈൻസ് ഫാമിലി ഈസ് എ മൈക്രോസ്കോപ്പിക് സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് 2 generations ആർ ഇൻക്ലൂഡഡ് ആൻഡ് വിച്ച് ഈസ് ഫോംഡ് ബൈ സ്പെസിഫിക് ബ്ലഡ് റിലേഷൻസ്. ഏത് സോഷ്യോളജിസ്റ്റ് ആണ് ഫാമിലിനെ ഇങ്ങനെ പറഞ്ഞത്? ഫാമിലി ഒരു മൈക്രോസ്കോപ്പിക് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്, അതിൽ ഒരു 2 generations ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് തന്നെ ബ്ലഡ് റിലേഷൻസുമായിട്ട് ബ്ലഡ് റിലേഷൻസാൽ മേക്കപ്പ് ഉണ്ടാക്കപ്പെട്ട 2 generations ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് ഏത് സോഷ്യോളജിസ്റ്റ് ആണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സമ്മർ ആൻഡ് കെല്ലർ, ഓപ്ഷൻ ബി ലൂസി മേയർ, ഓപ്ഷൻ സി മാക്ലവർ ആൻഡ് പേജ്, ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഏതായിരിക്കും? പോസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? യെസ്, സമ്മർ ആൻഡ് കില്ലർ. സമ്മർ ആൻഡ് കെല്ലർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഷ്യൽ പ്രോബ്ലം? എ ഡൗറി, ബി മാരേജ്, സി വിമൻ അബ്യൂസ്, ഡി ആൽക്കഹോളിസം. ഇതിൽ സോഷ്യൽ പ്രോബ്ലം അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇസ് ഡൗറി, വിമൻ അബ്യൂസ്, ആൽക്കഹോളിസം, ഇതൊക്കെ ഒരു സോഷ്യൽ പ്രോബ്ലം ആണ് അല്ലെ? പ്രോബ്ലം അല്ലാത്തത് യെസ് ഇറ്റ് ഇസ് മാരേജ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ആണ് ആൻസർ ആയി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇന്നർ ഫോഴ്സ് വിച്ച് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു സർട്ടൺ ആക്ഷൻ. ഇതും സൈക്കോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇന്നർ ഫോഴ്സ് വിച്ച് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു സർട്ടൺ ആക്ഷൻ എന്താണ്? അതെ, ഒരു ഇന്നർ ഫോഴ്സ് വന്നിട്ട് നമുക്കിപ്പം നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ തോന്നാതിരിക്കും അല്ലെ? അവസാനം നിങ്ങൾക്ക് ഒരു എക്സാം ഒക്കെ അടുക്കുമ്പോഴാണ് ഒരു ഇന്നർ ഫോഴ്സ് വരുന്നതല്ലേ, അത് ടെൻഷൻ അല്ല, ഒരു മോട്ടിവേഷൻ വരും. നമ്മൾ മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണും, നമുക്ക് കുറച്ച് ഒരു അത്രയും ഇൻട്രസ്റ്റോടെ പഠിക്കാനായിട്ട്. അപ്പൊ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ് ഒരു ഇന്നർ ഫോഴ്സ്. അത് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട്, നമ്മളൊരു സർട്ടൺ ആക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഇന്നർ ഫോഴ്സിന് എന്താ പറയുന്നത്? യെസ് ഇറ്റ് ഈസ് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഒബ്വിയസ് പ്രോബ്ലം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ഒബ്വിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇല്ലിറ്ററസി ആണോ, അൺഎംപ്ലോയ്മെന്റ് ആണോ, പോവർട്ടി ആണോ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണോ? ഏതാണ് ദ മോസ്റ്റ് ഒബ്വിയസ് പ്രോബ്ലം ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്നത്? ഏതായിരിക്കാം? യെസ്, നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ് അല്ലെ? അത്രയും നമ്മുടെ പോപ്പുലസ് കൺട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒബ്വിയസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇല്ലിറ്ററസിയോ അൺഎംപ്ലോയ്മെന്റോ പോവർട്ടിയോ ഒന്നുമല്ല, ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കാരണമാണ് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുന്നത് അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 89th ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് ഓർഗനൈസേഷൻ ഓഫ് ബിലീഫ്സ് അറൌണ്ട് ആൻ ഒബ്ജക്ട്, സബ്ജക്ട് ഓർ കൺസെപ്റ്റ് വിച്ച് പ്രീഡിസ്പോസസ് വൺ ടു റെസ്പോണ്ട് ഇൻ സം പ്രിഫറൻഷ്യൽ മാനർ. അതിനെന്താ പറയുന്നത്? ഓപ്ഷൻ എ നീഡ്, ഓപ്ഷൻ ബി ഇന്റലിജൻസ്, ഓപ്ഷൻ സി എറർ, ഓപ്ഷൻ ഡി ആറ്റിറ്റ്യൂഡ്. എന്താണ്? ആറ്റിറ്റ്യൂഡ് എന്നാ പറയുന്നത് കേട്ടോ. യെസ്, ആറ്റിറ്റ്യൂഡ് ആണ് എന്താണ്? റിലേറ്റീവ് ഓർഗനൈസേഷൻ ഓഫ് ബിലീഫ്സ് അറൌണ്ട് ആൻ ഒബ്ജക്ട്, subject or concept which predisposes one to respond in some preferential manner. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ സ്റ്റേജ് ഓഫ് ദ ലൈഫ് വിച്ച് ഇസ് ഹൈലി സെൻസിറ്റീവ് ആൻഡ് ഡെലിക്കേറ്റ്. കുറെ സ്റ്റേജസ് ഓഫ് ലൈഫ് ഉണ്ട്, അതിൽ ഏത് സ്റ്റേജ് ആണ് ഹൈലി സെൻസിറ്റീവ് ആണ്, ഡെലിക്കേറ്റ് ആണെന്ന് പറയാൻ പറ്റുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചൈൽഡ്ഹുഡ്, ഓപ്ഷൻ ബി ഓൾഡ് ഏജ്, ഓപ്ഷൻ സി അഡോളസൻസ്, ഓപ്ഷൻ ഡി അഡൾട്ട്ഹുഡ്. ഇതിൽ ഏത് സ്റ്റേജ് ആണ് ഹൈലി സെൻസിറ്റീവ് ആണ്, ഹൈലി ഡെലിക്കേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അതെ, അഡോളസൻസ് ആണല്ലേ. നമുക്ക് ഏറ്റവും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഒരു 13 മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പാണല്ലേ നമുക്ക് ഒരു അത്രയും സെൻസിറ്റീവ് ആണ് അവർ, ഹൈലി സെൻസിറ്റീവ് ആണ്, അവരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ അവർക്ക് പല തരത്തിലുള്ള മാനറിസംസ് ആയാലും ഒക്കെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പൊ അതൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റേജ് ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് വേസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഇൻ എ വൈറ്റ് ട്രാൻസ്ലൂസന്റ് ബാഗ്. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് പഠിച്ചിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതില് പല കളേഴ്സ് പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ.
നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റില് ബ്ലാക്ക് ബോക്സ് ഉണ്ടാവും, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഈ ഓരോന്നിലും എന്തെല്ലാമാണ് നമ്മൾ ഇപ്പൊ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ എന്തൊക്കെയായിരിക്കും? ബ്ലാക്കില് യെസ് സൈറ്റോടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ വേസ്റ്റുകൾ, നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് ഈ ബ്ലാക്ക് ബോക്സിൽ. അപ്പൊ വേസ്റ്റിനെ തന്നെ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റും നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതിൽ നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് സൈറ്റോടോക്സിക്കും കെമിക്കൽ വേസ്റ്റുകളാണ് ഈ ബ്ലാക്കില്. ഇനി ഇൻഫെക്റ്റഡിൽ തന്നെ സോയിൽഡ് വേസ്റ്റ്, അതായത് ഡ്രസ്സിങ്സിലും കാസ്റ്റിലൊക്കെ ഉള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അത് അങ്ങനെയുള്ള സോയിൽഡ് വേസ്റ്റ് നമ്മൾ റെഡ് കണ്ടെയ്നറിൽ ഇടും. ഇനി അനാറ്റമിക്കൽ വേസ്റ്റ്, അതായത് നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ ഇല്ലേ, നമ്മളിപ്പോ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലാസന്റ അല്ലെങ്കിൽ ബോഡി പാർട്ടുകൾ, ഇങ്ങനെ അനാറ്റമിക്കൽ വേസ്റ്റ് എല്ലാം നമ്മൾ ഇടുന്നത് ഏതിലാണ്? യെല്ലോ കണ്ടെയ്നറിലാണ്. ഓക്കെ. ഇനി പ്ലാസ്റ്റിക്കുകളിൽ തന്നെ ഉപയോഗിച്ച സിറിഞ്ചുകള്, ഗ്ലൗസുകള്, പ്ലാസ്റ്റിക്കുകളൊക്കെ ഇല്ലേ, അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഇടുന്നത് ബ്ലൂയിലാണ് കേട്ടോ. ഏതിലാണ്? ബ്ലൂ കണ്ടെയ്നറിലാണ്. ഇനി നമ്മുടെ വൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഇടുന്നത് കൂർത്ത നമ്മുടെ നീഡിൽസ്, ഇപ്പൊ സൂചി അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിയത്, അങ്ങനെയുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെയാണ് നമ്മൾ വൈറ്റ് കണ്ടെയ്നറിൽ ഇടുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ടൈപ്പ് ഓഫ് ദ വേസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഇൻ എ വൈറ്റ്. അപ്പൊ വൈറ്റ് ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള ബാഗിൽ നമ്മൾ ഇടുന്ന വേസ്റ്റ് എങ്ങനത്തെയാണ്? കണ്ടാമിനേറ്റഡ് റീസൈക്ലബിൾ വേസ്റ്റ്, ഗ്ലാസ് വെയർ, കണ്ടാമിനേറ്റഡ് ഷാർപ്പ് ഇൻക്ലൂഡിംഗ് മെറ്റൽസ്, കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അതെ, കണ്ടാമിനേറ്റഡ് ഷാർപ്പ് ഇൻക്ലൂഡിംഗ് മെറ്റൽസ് ആണ് അല്ലെ? അതെ, അപ്പൊ ആൻസർ വരുന്നത് സി ആണ് വരുന്നത്. നമ്മളത് കണ്ടു, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതെല്ലാവരും സ്റ്റഡി ടേബിളിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബ്ലാക്ക് കണ്ടെയ്നറിൽ എന്താണ്, റെഡിൽ എന്താണ്, യെല്ലോയിൽ എന്താണ്, ബ്ലൂയിൽ എന്താണെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ തീം ഫോർ ദി ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പേഴ്സൺസ് 2021. ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു നമ്മൾ 2021 ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതിലെ തീമാണ് ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ഡേയ്സും അതുപോലെ തീമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് 2021 തീമാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? 2021 നമ്മുടെ ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പേഴ്സൺസിന്റെ തീം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇക്വിറ്റി ഫോർ ഓൾ ഏജസ്. October 3 ആണ് അല്ലെ ഓൾഡർ പേഴ്സൺസിന്റെ ഡേ എന്ന് പറയുന്നത്. അതിന്റെ തീം 2021 തീം എന്തായിരുന്നു? ഡിജിറ്റൽ ഇക്വിറ്റി ഫോർ ഓൾ ഏജസ്. ഇപ്പൊ 2025 ഒക്ടോബർ കഴിഞ്ഞാലേ തീം വരുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് 2024 തീം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ 2024 തീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? കാണാൻ പറ്റുന്നുണ്ടോ? ഏജിങ് വിത്ത് ഡിഗ്നിറ്റി. എന്താണ് തീം? യെസ്, ഇറ്റ് ഈസ് ഏജിങ് വിത്ത് ഡിഗ്നിറ്റി. ഓക്കെ. അപ്പൊ ഓൾഡർ പേഴ്സൺസിന്റെ ഇമ്പോർട്ടൻസ്, അവരെ സ്ട്രെങ്തൻ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാ ജനറേഷനും മനസ്സിലാക്കിച്ചു കൊടുക്കാനും, യങ് ജനറേഷനൊക്കെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ തീം 2024 തീം എന്ന് പറഞ്ഞാൽ ഏജിങ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളതാണ് തീം. അടുത്ത ക്വസ്റ്റ്യൻ, ദ എയിംസ് ഓഫ് പാലിയേറ്റീവ് കെയർ ആർ ദ ഫോളോയിങ് എക്സെപ്റ്റ്. Integrate psychological and spiritual aspects to help family cope up patient's illness, hasten or postpone death, affirms life and regards dying as normal process. എന്തൊക്കെയാണ് പാലിയേറ്റീവ് കെയർ? നമുക്കറിയാം. ഈ പാലിയേറ്റീവ് കെയറിന്റെ എയിം എന്തൊക്കെയാണ്? ഇതിൽ എയിം ആയിട്ട് വരാത്തത് ഏത് എന്നുള്ളതാണ്. ഈ 4 എണ്ണത്തിൽ എയിം ആയിട്ട് വരാത്തത് എന്താണ്? അല്ലെ, ഒരിക്കലും യെസ്, നമ്മുടെ മരണം പെട്ടെന്നാക്കാനോ ഡിലേറ്റ് ആക്കാനോ ഒന്നും അല്ല നമ്മൾ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത് അല്ലെ. ആ ഒരു അവർക്ക് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലും സ്പിരിച്വൽ അല്ലെങ്കിൽ ഫാമിലിക്ക് ആ പേഷ്യന്റിന്റെ ഇൽനെസ് കോപ്പപ്പ് ചെയ്യാന് ഒക്കെ അങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ ഒരു പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ഡെത്ത് ഹേസൺ ചെയ്യാനോ പോസ്റ്റ്പോൺ ചെയ്യാനോ അല്ല. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് 93 സി ആണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following are the major manifestations of rheumatic heart disease? അപ്പൊ റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ മേജർ മാനിഫെസ്റ്റേഷൻ ഈ പറയുന്നതിൽ ഏതാണ്? പോളിആർത്രൈറ്റിസ്, പോളിആർത്രൽജിയ, എലിവേറ്റഡ് ESR, പോസിറ്റീവ് ത്രോട്ട് കൾച്ചർ. ഏതാണ്? പോളിആർത്രൈറ്റിസ് ആണോ, പോളിആർത്രൽജിയ ആണോ, എലിവേറ്റഡ് ESR ആണോ, പോസിറ്റീവ് ത്രോട്ട് കൾച്ചർ ആണോ? ഇതിൽ ഏതാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ മാനിഫെസ്റ്റേഷൻ? അതെ, റുമാറ്റിക് ഹാർട്ട് ഡിസീസിലെ ഒരു മേജർ മാനിഫെസ്റ്റേഷൻ ആണ് പോളിആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പല ജോയിന്റ്സിൽ ഒരുമിച്ച്, ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് അല്ലെ, ഇൻഫ്ലമേഷൻ ഓഫ് മെനി ജോയിന്റ്സ്. അപ്പൊ അതാണ് പോളിആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ആൽജിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഈ ടേംസ് നമ്മുടെ അനാറ്റമിക്കൽ ടേംസ് ഇമ്പോർട്ടന്റ് ആണ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ എന്നാണ് അർത്ഥം, ഇൻഫ്ലമേഷൻ.
അടുത്തത് ആൽജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ എന്നാണ് അർത്ഥം. അപ്പൊ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ആണ് നമ്മുടെ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ആർത്രalgia എന്ന് പറഞ്ഞാൽ പെയിൻ ഇൻ ജോയിന്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, the principles of secondary prevention in coronary heart diseases are based on control of hypertension and diet, identify high risk groups, cessation of smoking, giving specific advice. ഇതിൽ എന്താണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്ന കാര്യം? ഇതിൽ ഏതാണ്? യെസ്, സെക്കൻഡറി പ്രിവെൻഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ ഒരു കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ കേസാണ്. നമ്മുടെ BP കൺട്രോൾ ചെയ്യുക, ഡയറ്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇത് രണ്ടും വരുന്നത് സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ആദ്യം പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഉണ്ട്, പിന്നെ എന്താണ് പ്രൈമറി പ്രിവെൻഷൻ ഉണ്ട്, സെക്കൻഡറി പ്രിവെൻഷൻ ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. അപ്പൊ അതില് നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ കേസ് എടുത്താൽ സെക്കൻഡറി പ്രിവെൻഷന്റെ ഹെഡിങ്ങിൽ വരുന്നതാണ് നമ്മുടെ BP ഉണ്ടെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, ഡയറ്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ സെക്കൻഡറി പ്രിവെൻഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the hormone with higher levels which results in overacting of sympathetic nervous system that cause hypertension during stress. ഏതാണ്? യെസ്, നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഓവർ ആക്ടിങ് കാരണം ഏത് ഹോർമോൺ ആണ് അങ്ങ് ഹൈ ലെവലിൽ എത്തുന്നത്? അങ്ങനെ നമ്മുടെ സ്ട്രെസ് ഒക്കെ, ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ BP ഒക്കെ കൂടും. അപ്പൊ അതിന് കാരണം ആരാണ്? യെസ്, അഡ്രിനാലിൻ ആണ് കേട്ടോ. അഡ്രിനാലിൻ കൂടുന്നത് കാരണമാണ് നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ BP കൂടുന്നതും അതുമായിട്ടുള്ള ബുദ്ധിമുട്ട്, ബ്ലഡ് പ്രഷർ ഒക്കെ കൂടി ഹൈപ്പർ ടെൻഷൻ വന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള കാരണം ഏത് ഹോർമോൺ ആണ്? നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓവർ ആക്ട് ചെയ്യുന്നത് വഴി അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ബ്ലഡിൽ കൂടുന്നു. അത് കാരണമാണ് ഇതുപോലെയുള്ള സ്ട്രെസ് വരുമ്പോൾ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉണ്ടാവാനുള്ള കാരണം. അടുത്തത്, വേൾഡ് ഹാർട്ട് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ ഒക്ടോബർ 29, മെയ് 31, സെപ്റ്റംബർ 24, സെപ്റ്റംബർ 29. എന്നാണ് വേൾഡ് ഹാർട്ട് ഡേ? അതെ, സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 98, which among the statement is true regarding thermography in detection of breast cancer? അപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ തെർമോഗ്രാഫി, അതിന്റെ എന്താണ് ഇതിൽ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പോഷർ ടു റേഡിയേഷൻ ആണോ? ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് ആണോ? ഹൈ സ്റ്റാൻഡേർഡ് ടെക്നിക്കൽ എക്യുപ്മെന്റ് ആണോ? നോ എക്സ്പോഷർ ടു റേഡിയേഷൻ. തെർമോഗ്രാഫി എന്ന് പറയുമ്പോൾ അവിടെ റേഡിയേഷൻ വരുന്നില്ല. അപ്പൊ തെർമോഗ്രാഫി നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ ഇല്ല. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? നോ എക്സ്പോഷർ ടു റേഡിയേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻഡെക്സ് യൂസ്ഡ്, നമ്മുടെ ഒബീസിറ്റി ഇൻഡെക്സ് യൂസ്ഡ് ഇൻ ദ അസസ്മെന്റ് ഓഫ് ഒബീസിറ്റി വിത്ത് ദ ഫോർമുല വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ആണ് കേട്ടോ. വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ, ഇവിടെ വെയിറ്റ് അല്ല വരുന്നത്, ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ എന്താ നോക്കാന്നറിയോ? BMI നോക്കും അല്ലെ, ബോഡി മാസ് ഇൻഡെക്സ് നോക്കൂലേ? നമ്മുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ മീറ്ററിലെ ഹൈറ്റ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 25 ഒക്കെ നമ്മുടെ ഒരു ലെവൽ വരും. അതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അത്രയും സിവിയർ ആയിട്ടുള്ളതും ലെസ് സിവിയർ ആയിട്ടുള്ളതും ഒബീസിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ ഈ ഒരു ഫോർമുല ഇതിൽ ഏതാണ്? കോർപ്പുലൻസ് ഇൻഡെക്സ് ആണോ? ക്യൂറ്റലറ്റ്സ് ഇൻഡെക്സ് ആണോ? പോണ്ടറൽ ഇൻഡെക്സ് ആണോ? ബ്രോക്കാസ് ഇൻഡെക്സ് ആണോ? നമ്മുടെ BMI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുലയായ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല ഇതിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. എന്താണെന്നറിയോ? ക്യൂറ്റലറ്റ്സ് ഇൻഡെക്സ് ആണ്. എന്താണ് ക്യൂറ്റലറ്റ്സ് ഇൻഡെക്സ്? അടുത്ത ക്വസ്റ്റ്യൻ, അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ദ ഡയറ്ററി അപ്രോച്ച് ദാറ്റ് ഇസ് ഡാഷ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൺട്രോൾ ദ ഫോളോയിങ്. നമ്മളെ ഡാഷ് എന്ന് പറയുന്ന ഒരു ഡയറ്ററി അപ്രോച്ച്, നമ്മൾ ഏത് അസുഖം, ഏത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഏത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഡാഷ് എന്ന് പറയുന്ന ഡയറ്ററി അപ്രോച്ച് ഉപയോഗിക്കുന്നത്? ഹൈപ്പർ ടെൻഷൻ ആണോ? ക്യാൻസർ ആണോ? ഒബീസിറ്റി ആണോ? റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആണോ? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ പഠിച്ചതാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ പെട്ട ഹൈപ്പർ ടെൻഷനാണ് നമ്മൾ ഡയറ്ററി അപ്രോച്ച് ആയ ഡാഷ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഡയറ്ററി അപ്രോച്ച് ഡാഷ് ഈസ് റിലേറ്റഡ് ടു കൺട്രോൾ ദി ഹൈപ്പർ ടെൻഷൻ. അപ്പൊ നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തുന്നതിൽ ഇനിയുള്ള സമയം ഉപയോഗിക്കുക. അതുപോലെ തന്നെ മാക്സിമം MCQs, അപ്പൊ നിങ്ങൾ മാക്സിമം മോഡൽ എക്സാംസും MCQസും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്